ഹായ് ഹലോ ജനൻ ടിവിയുടെ വിഷു സ്പെഷ്യൽ ഇൻ്റർവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നതല്ലേ, നമ്മൾ എക്സാം എഴുതാതിരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ, സബ്ജക്ട് ടീച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനുള്ളത് കൂടെ മറന്നു പോകും. ആ അവസ്ഥയിലാണ് ഞാനിരിക്കുന്നത്. അതെ, ഇന്നത്തെ എൻ്റെ അതിഥികൾ നിങ്ങളുടെ പ്രിയപ്പെട്ട അവതാരകരാണ്. സോ ഓരോരുത്തരും ഞാൻ സ്വാഗതം ചെയ്യട്ടെ. രജനീഷ് ചേട്ടൻ, പുണ്യ ചേച്ചി, പൂജ ആൻഡ് മെഹർ. എന്ത് തോന്നുന്നു ഇത്രയും നമസ്കാരം, എന്ത് തോന്നുന്നു ഇത്രയും കാലം ഇവിടെ ഇരുന്നിട്ട് ഇന്ന് അവിടെ വന്നിരിക്കുമ്പോൾ? നല്ല സുഖം തോന്നുന്നു. അതെ അതെ, ഓരോ വാക്കിനും റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. നമ്മൾ അതുകൊണ്ട് പക്ഷെ എന്താ ഭയങ്കര ഒരു അല്ലേ പ്രത്യേക ഒരു സുഖമുണ്ട്. കാരണം എപ്പോഴും ക്യാമറയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷനൊക്കെ എടുത്തിട്ട് വരുന്ന അതിഥികളെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. ഇന്ന് എങ്ങനെയാണ് നീതു ഞങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് അറിയാനാണ്. ഇന്ന് ടെൻഷനുള്ള ഒരു വ്യക്തി ഞാൻ മാത്രമാണ്. പൊതുവെ ചോദ്യങ്ങൾ വരുമ്പം ഇതെങ്ങനെ ചോദിക്കുന്നതാണ്, ഇനിയിപ്പോ ഞാൻ എന്ത് ഉത്തരം പറയുന്നതാണ് ഞാൻ ആലോചിക്കണം. ആ ഒരു ഡിഫറൻസ് പ്രത്യേകിച്ചുള്ളൂ. വിഷുവിന്റെ സമയമാണ്. എല്ലാവരും നമ്മൾ പല പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. നാട്ടിലെ വിഷുവിനെ പറ്റി പറയും. അയ്യോ, ഞങ്ങളുടെ നാട്ടിൽ ശരിക്കും വിഷു ഇല്ല. രജനീഷ് ചേട്ടനും പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പാട്ടോട് കൂടെ പാട്ട് പറഞ്ഞു തുടങ്ങാം. അല്ല, പാട്ട് പറയാനാണെങ്കിൽ വിഷുവിന്റെ പാട്ടുകൾ ഒത്തിരിയുണ്ട്. ഇപ്പോൾ കണിക്കുന്നകൾ പൂക്കുന്നു എന്ന് പറയുന്ന ശിബുചേട്ടൻ എഴുതിയ പാട്ടുണ്ട് സുജാത ചേച്ചി പാടിയത്. പക്ഷേ എനിക്ക് ഈ വിഷുവിന്റെ പാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അത് മറക്കുമോ നീ എൻ്റെ മൗനഗാനത്തിനകത്ത്, തെളിയാത്ത പേന കൊണ്ട് എൻ്റെ കൈവെള്ളയിൽ എഴുതിയ ചിത്രങ്ങൾ മറന്നുപോയോ, വടക്കിനി കോലായിൽ വിഷുവിളക്കറിയാതെ ഞാൻ തന്ന കൈനേട്ടം ഓർമ്മയുണ്ടോ എന്ന് പറയുന്ന വരി. അത് ഇത്രേ ഉള്ളൂ. വടക്കിനി കോലായിൽ അന്ന് വിഷുവിനെ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ വിളക്ക് അറിയാതെ എന്ന് പറയുമ്പോ ആണ് ഇത് നാട്ടിലെ വിഷുവല്ല, പാട്ട് പറയാൻ പറഞ്ഞതാണ്. പാട്ട് പറയാൻ പറഞ്ഞതുകൊണ്ടാണ്. പാട്ട് പറഞ്ഞിട്ട് രജനീഷ് നാട്ടിലെ വിഷുവിനെ പറ്റി പറഞ്ഞു. നാട്ടിലെ വിഷുവില്ലാന്ന് ഞാൻ ഒറ്റ വാക്കിൽ ഇപ്പൊ മനസ്സിലായില്ലേ? കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണെന്ന് എങ്ങനെ മനസ്സിലായില്ലേ? അതാണ് പൂജയുടെ ഐഡന്റിറ്റി. ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്തതല്ലേ? ഐഡന്റിറ്റി പറയാം. ഇപ്പൊ പറയാം. നമുക്ക് രജനീഷ് ചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ടിലേക്ക് പോകാം. അളിയ നിൽ ഇത് പറഞ്ഞോട്ടെ. എന്താ വെച്ചാല് ഇത്രയേ ഉള്ളൂ. വടക്കിനി കോലായിൽ അന്ന് വിഷുവിനെ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ വിളക്ക് അറിയാതെ എന്ന് പറയുമ്പോൾ അവർ ആ വെളിച്ചത്തിൽ ഉണ്ടായിരുന്നില്ല. ഇരുട്ടത്താണ് കാമുകനും നിന്നത്. അപ്പൊ ആ ഇരുട്ടത്തിൽ നിന്ന് അവരെന്താണ് കൈമാറിയത്, എന്ത് വിഷു കൈനേട്ടം കൊടുത്തത്? അല്ലല്ല, ഇരുട്ടല്ല, പ്രേമത്തിന്റെ കഥയാണ്. വിഷുവിനെ പറ്റിയുള്ള പാട്ട് പറയും. അല്ലെ, വിഷു ഇപ്പൊ കണിക്കൊന്നകൾ, ഇത് വിഷുവാണ്. വിഷുവിളക്ക് അറിയാതെ ഞാൻ തന്ന കൈനേട്ടം ഓർമ്മയുണ്ടോ എന്നാണ് ചോദിച്ചത്. നാട്ടിലെ വിഷു പറഞ്ഞാൽ മതി. നാട്ടിലെ വിഷു എന്ന് പറയുന്നത് സത്യത്തിൽ തിരുവനന്തപുരത്തുകാരൊക്കെ പടക്കം വെക്കുന്നില്ലേ, അത് ദീപാവലിക്കാ. രജനീഷ് ചേട്ടൻ്റെ അടുത്ത് പാട്ട് പറഞ്ഞ പ്രശ്നം തോന്നുന്നു, അത് കേറി പോകും. വേറെ ചോദിക്കാം. ഇരുട്ടായി വെളിച്ചായി പ്രണയായി. ഇത് ട്രോളാൻ വേണ്ടി മനഃപൂർവ്വമാണ്, ആരും ഒന്നും വിചാരിക്കരുത്. ഇത് മനഃപൂർവ്വമാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ പടക്കം വെച്ച് കഴിഞ്ഞാൽ, വിഷുവിന് പടക്കം വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരത്തൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വട്ടാണെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ വടക്കോട്ട് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ പടക്കമൊക്കെ വെച്ചിട്ട് കണിയൊക്കെ ഒരുക്കുമായിരുന്നു. ഒരു ഘട്ടം വരെ നമ്മൾ ഈ കണിക്കൊന്നയൊക്കെ പറിച്ചിട്ട് വീട്ടിൽ കൊണ്ട് വയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ്, കുറച്ചുകൂടെ അറിവായപ്പോഴാണ് മനസ്സിലായത് കണിക്കൊന്ന അതിൽ തന്നെ നിൽക്കുമ്പോഴാണ് അതിനൊരു ഭംഗിയുള്ളത്. ഇത് വീട്ടിൽ പറിച്ചുകൊണ്ടെന്ന് ഉണക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ചിന്താഗതികൾ മാറിയല്ലോ. ഇപ്പോൾ പിന്നെ ഒരു എതീസ്റ്റായി മാറിയപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ അങ്ങ് പൊഴിച്ച് കളഞ്ഞിട്ട് കണിക്കൊന്നയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു എന്നുള്ളതാണ് എൻ്റെ വിഷുവിൻ്റെ ഹാപ്പിനെസ്. ചേച്ചി, ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് മാവേലിക്കരയാണ്. മധ്യ തിരുവിതാംകൂർ എന്ന് പറയും. ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളെയൊക്കെ സംഭാവന ചെയ്ത നാടാണ്. വിഷു എല്ലായിടത്തെയും പോലെ തന്നെ സദ്യയും കണിയും ഒക്കെ ആയിട്ട് തന്നെയുള്ള നോർമൽ അങ്ങനത്തെ വിഷുവാണ്. അല്ലാതെ വിഷുവിനെന്നും പറഞ്ഞൊരു പ്രത്യേകതയില്ല. പക്ഷെ എല്ലാ പ്രത്യേകതകളോടും കൂടെയുള്ള വിഷുവാണ് ഞങ്ങളുടെ നാട്ടിലുള്ളത്. പൂജയുടെയോ? വിഷുവിന്റെ അതെ എന്നെ ചോദിച്ച ട്രോളിയെ പൂജയാണ്. എനിക്ക് ഇരുട്ട് വെളിച്ചം. ഞാൻ എന്ത് പറയണം, രാവിലെ അമ്മ എണീപ്പിക്കും, കടി കാണും, നമ്മള് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കിടന്നുറങ്ങും. അതില്ല, അങ്ങനത്തെ പരിപാടി അതൊക്കെ ഭയങ്കര മെനക്കെട്ട പണിയാണ്. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉറങ്ങി പണ്ട് മാവിലൊക്കെ വലിഞ്ഞു കയറി മാങ്ങയൊക്കെ പറിച്ച് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. നിങ്ങളെ കാലഘട്ടം എന്റെ കാലഘട്ടം എന്തൊരു വ്യത്യാസമുണ്ട്. നമ്മൾ പണിയെടുക്കണ്ടല്ലേ തൃശ്ശൂര്. അപ്പൊ അതൊക്കെ തന്നെ. തൃശ്ശൂർ ഭയങ്കര അടിപൊളിയാണല്ലോ വിഷു. ആണോ? ഇരിക്കാം. എന്റെ വീട്ടിൽ സത്യത്തിൽ പൂജ ഉറക്കണിക്കാൻ വൈകിയതല്ലേ? വൈകിയതാണ് പ്രശ്നം. അതുകൊണ്ടാണ് വിഷു കാണാൻ പറ്റാത്തത്. വിഷു കാണാനൊക്കെ പറ്റും. കണി കാണുന്നുണ്ട് ഞാൻ. അതൊരു 4 മണി 5 മണി നേരത്തൊക്കെ നമ്മൾ കണി കണ്ട് പിന്നെ നമ്മൾ വിഷുക്കട്ട ഉണ്ടാക്കും വീട്ടില്. അതെനിക്കിഷ്ടം. വിഷുക്കട്ട നിങ്ങൾക്ക് വിഷുക്കട്ട ഉണ്ടാക്കും.
അതൊക്കെ തന്നെ. പിന്നെ സദ്യ കഴിക്കും, പടക്കം പൊട്ടിക്കും, പിന്നെ കൈനീട്ടം. അതാണ് ഞാൻ വിഷു എന്നാണ് എനിക്ക് കൈനീട്ടമാണ്. കാരണം ആ സമയത്താണ് നമുക്ക് കുട്ടികൾക്കൊക്കെ പൈസ കിട്ടുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഞാനൊരു 430 രൂപ ഞാൻ അന്ന് രാവിലെ എണീറ്റ് ബ്ലോഗ് ചെയ്യും. ഞാൻ പറയണേ 430 രൂപയാണ് എന്റെ ഹയസ്റ്റ് സ്കോർ ഉണ്ടായിരുന്നത്. അതെ, ഇപ്പൊ ഞാൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലായി. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങോട്ട് പോകുന്ന ഇഷ്ടമല്ല, ഇങ്ങോട്ട് വരുന്നത് മാത്രം ഇഷ്ടം. ഇനി മെഹർ പറയും. അല്ല, എന്റെ നാട്ടിൽ ഇതുപോലെ ഒന്നും അല്ല. ഞങ്ങളുടെ നാട്ടില് വിഷു ബിരിയാണി വെച്ചാൽ അല്ല, അപ്പുറത്തെ വീട്ടില് ചേച്ചി ഇടയ്ക്ക് പായസം തരും. നമ്മള് പെരുന്നാളാകുമ്പോ നമ്മള് ബിരിയാണി അങ്ങോട്ട് കൊടുക്കുന്നു, പായസം ഇങ്ങോട്ട് വാങ്ങുന്നു. പിന്നെ ഉണ്ണിയപ്പം കിട്ടും. പിന്നെ വിഷുവിന് എന്തെങ്കിലും വിഷു സ്പെഷ്യൽ വ്ളോഗ് എടുക്കും. ഇതൊക്കെ തന്നെ എന്റെ ഒരു അതിപ്പോ തുടങ്ങിയ പരിപാടിയല്ലേ, മുന്നുള്ള പരിപാടിയല്ലേ? മുന്നേ ഇതൊക്കെ തന്നെ. അല്ലാണ്ട് എനിക്ക് വിഷുവിന് അങ്ങനെ എനിക്ക് പെരുന്നാള് വിഷു ഒക്കെ ഏതാണ്ട് അടുത്തല്ല. പെരുന്നാള് കഴിഞ്ഞ ഒരു ക്ഷീണമുണ്ട്. എത്ര ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ആൻസർ പറയുന്നുണ്ട്. അതെ, സപ്പോർട്ട്. അതൊരു ടീമായിരുന്നു. എന്നാൽ നമുക്ക് എനിക്ക് തോന്നുന്നു വിഷു എന്ന് പറയുന്നത് സമ്മർ വെക്കേഷന്റെയും കൂടെ ടൈമാണല്ലേ. എന്തായാലും 90s കിഡ്സിനും 2K കിഡ്സിനും ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. നമ്മൾ ഫോണിലായിരിക്കും, പറയണ്ട. തുടങ്ങിയ കാലത്തൊന്നും ഫോൺ അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്നാലും ഇല്ല, കൊറേയൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? 2000 ആണ്. 2001. ഞങ്ങളെ പറഞ്ഞോളൂ, ഞങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളൂ. സമ്മർ വെക്കേഷന്റെ എന്നൊക്കെ പറഞ്ഞാല് എങ്ങനെയാ ഇപ്പൊ പറയാം, അമ്മ ടീച്ചർ ആയിരുന്നോണ്ട് തന്നെ ആദ്യത്തെ ഒരു മാസമൊക്കെ മാത്രമേ നമുക്ക് ഫ്രീ ഉണ്ടാവുള്ളൂ. അടുത്ത മാസം അടുത്ത വർഷത്തെ സ്കൂളിന്റെ പുസ്തകം വാങ്ങിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെന്താ, തൊട്ടടുത്ത് കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ വർഷവും ഒരു ഊഞ്ഞാലിടും വെക്കേഷന്. അപ്പം അതിൽ ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ ആടുന്നതും, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തോന്നുന്നു ഇത് ഒരു അടുപ്പം പൊതുവേ കസിൻസ് ഒക്കെ തമ്മിൽ കുറവാണെന്നാണ്. അന്ന് നമ്മളെല്ലാം ഇപ്പം അമ്മയുടെ ആയാലും അച്ഛൻ്റെ ആയാലും സഹോദരങ്ങളുടെ വീട്ടിൽ പോവുക, നിൽക്കുക, ഒരുമിച്ചുള്ള, അതൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പം മിസ് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പം എൻ്റെ കുട്ടികളൊക്കെ ആയപ്പം അങ്ങനെ കസിൻസ്, ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു തലമുറകൾ വരുന്നൊരു 1-2 കുട്ടികളായിട്ട് തന്നെ വീട്ടിൽ തന്നെ അംഗങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ഇഴയെടുപ്പം കുറയുന്നതായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അന്നത്തെ ഓർമ്മകളിൽ ഏറ്റവും യാത്രകളാണ്, ബന്ധുക്കളുടെ വീട്ടിലേക്കുള്ള യാത്രകളാണ്. ഭാഷ ശ്രദ്ധിച്ചോട്ടെ, ഇഴയടുപ്പം. പോയി അങ്ങനത്തെ നല്ല നല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ബന്ധങ്ങളിലെ ഒരു ഇഴയടുപ്പം. അവര് ചോദിക്കുന്നുണ്ട്, അർത്ഥം ചോദിക്കുന്നുണ്ട്. അതാണ് ഒന്നും പറയാനില്ല. അല്ല, ഇത് 2 തരത്തിലാണ്. ഈ സമ്മർ വെക്കേഷൻ ആണെന്ന് പറഞ്ഞാൽ, വെക്കേഷൻ അല്ലെങ്കിൽ തന്നെ ഈ സമയം കിട്ടിയാലൊക്കെ നമ്മൾ ഈ ആറ് പോലെ തോടുണ്ട്, ചെറിയ പുഴയാണ് അത്, തോടെന്നാണ് നമ്മളവിടെ പറയാ. അവിടെ ചാടി കുളിക്കുക, കുളിച്ചതിന് ശേഷം തിരിച്ചു വരും. ചാടി കുളിച്ചിട്ട് നീ പിടിച്ച് ഓക്കെ, അവിടെ ചാടി കുളിക്കുക. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ചില കലാപരിപാടികളുണ്ട്. അന്യന്റെ പറമ്പിൽ കയറി പുറത്തിച്ചക്ക പൊട്ടിക്കുക. പുറത്തിച്ചക്ക എന്ന് പറഞ്ഞാൽ കൈതച്ചക്കയില്ലേ, കൈതച്ചക്ക പൊട്ടിക്കുക, അതിന് വഴക്ക് കേൾക്കുക. ഇത് വീട്ടിലെത്തുന്ന ഒരു അവസരമുണ്ട്. അത് മരിച്ചിനി തോണ്ടിയിട്ടായിരിക്കും വീട്ടിലെത്തുക. അതാണ് പ്രധാനപ്പെട്ട ഐറ്റം. വീട്ടിലെത്തുന്നത് വരെ ഇതൊരു പ്രശ്നമില്ലല്ലോ, ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ. മറ്റേത് എന്റർടൈൻമെന്റ് മാറിയല്ലോ, അന്യന്റെ പറമ്പിൽ കയറിയാണല്ലോ. അപ്പോഴാണല്ലോ അതിന്റെ കോൺസിക്വൻസസ് മനസ്സിലാവും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായിട്ടുള്ള. എന്റെ വെക്കേഷൻ സമ്മർ വെക്കേഷൻ, അത് മനസ്സിലായി. എന്താ വേണ്ടേന്ന് പറഞ്ഞാൽ ഉപന്യാസമാണോ എന്റെ വെക്കേഷൻ സമ്മർ? വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പറയും. അതല്ല, അപ്പൊ അവിടെ ചെല്ലും, പിള്ളേരൊക്കെ ആയിട്ട് കളിക്കും, കസിൻസ് ഒക്കെ വരും. പിന്നെ ഈ ഇടതൂർന്ന ബന്ധം എന്തായിരുന്നു, പിന്നെന്തൊട്ടാ. പക്ഷെ അന്ന് നമ്മളെല്ലാവരും പിള്ളേരല്ലേ, അപ്പൊ പിന്നെ പഠിക്കുന്ന ടൈം ആകുമ്പോൾ നമുക്ക് കറക്റ്റ് വെക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഇന്ന് നമുക്ക് പിന്നെ വർക്ക് ഉണ്ട്, അതിന് ലീവ്, അതുകൊണ്ട് നമുക്ക് ഫോണിലുള്ള കുറച്ച് ഒരു ഇതായിപ്പോയി. അതിന് മെഹർ പറഞ്ഞു. എനിക്ക് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് മാത്രമേ കളിക്കാൻ പോകാൻ പറ്റാറുള്ളൂ. വെക്കേഷൻ ആകുമ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ കളിക്കാം. പിന്നെ എനിക്ക് വെക്കേഷൻ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് തൊങ്ക് എന്ന് പറഞ്ഞൊരു കളി ഉണ്ടായിരുന്നു. ഈ ഒറ്റക്കാല് ചാടുന്ന കക്കാണോ? ഞങ്ങളുടെ നാട്ടിലെ തൊങ്ക, അത് കളിക്കും. പിന്നെ ഈ മരത്തിന്റെ മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കും. ഇതൊന്നും എനിക്കറിയില്ല. മറ്റേ ഇങ്ങനെ ഒരു കയ്യില് കല്ല് വെച്ചിട്ട് ടൈൽസിന്റെ പകുതി അങ്ങനെയൊക്കെ ഉണ്ട്. പല പല ലെവൽസ് ഉണ്ട്. ഞാൻ ഭയങ്കര പ്രോ ആയിരുന്നു. അപ്പൊ അത് വേറൊരു കാര്യം പറയാം. പ്രോ എന്ന് വെച്ചാ പ്രോ എന്ന് പറഞ്ഞാൽ
പ്രൊഫഷണൽ. പിന്നെ ഇവർക്ക് ഇടതൂർന്ന ഇടനാഴിന്നൊക്കെ പറയാം. നമുക്ക് പ്രോ പറയാൻ പാടില്ല. ഇടതൂർന്ന ഇടനാഴി പൂജ പുതിയ മലയാളം ഈ കളിയിലെ പ്രോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്താണ് ചെയ്യുക? സാധാരണ എല്ലാവരും കളിക്കുന്നത് ഞാൻ കണ്ടിട്ട് നമ്മളാണ് കളി. പ്രോ അറിയുള്ളൂ. അതെ, അത് ഞങ്ങൾക്ക് അറിയണം. ചില ഇമോജികൾ അറിഞ്ഞൂടാ. കളിയിൽ ഞാൻ പ്രൊഫഷണലായിരുന്നു. പിന്നെ ഈ മാവേലിപ്പ ചേട്ടൻ കൈതച്ചക്ക എറിഞ്ഞ് പൊട്ടിച്ച പോലെ ഞങ്ങള് മാങ്ങ എറിഞ്ഞ് പൊട്ടിച്ചു. കൈതച്ചക്ക എറിയണ്ടടാ, പൊട്ടിക്കാടാ. അറിയാൻ നിൽക്കുന്ന സാധനോ എറിയണ്ട. ഹലോ, പൊതുവേ എടാ, ഇത് സാമാന്യ ധാരണയില്ലാത്തതാണല്ലേ 2K. അല്ല നമുക്ക് വിഷുവിലേക്ക് വരാം, ചർച്ച അതിലേക്ക് പോകാം. വിഷു എനിക്കില്ലേ? എന്റെ വിഷയം നിങ്ങളുടെ പോലത്തെ തന്നെയാണ്. കൈതച്ചക്ക നോൺവെജ് ഇല്ല. അതായത് 2K കിഡാണെന്ന് അതൊന്ന് പറയണമായിരുന്നു. പറഞ്ഞോളൂ. ഞാൻ 90s kid ആണ്. ഞാൻ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ളൊരു സ്പേസിൽ നിൽക്കുന്ന ആളാണ്. ശരിക്കും അല്ലേ? ശരിക്കും കണ്ട പ്രായം തോന്നി. ശരിക്കും 90s ആണ്. പക്ഷെ കണ്ട 2K ആയിട്ട് തോന്നുള്ളൂ. അപ്പൊ ഓക്കെ മൈൻഡ് അപ്പ് ചെയ്തല്ലോ. നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടി. താങ്ക് യു. തിരിച്ചു പറയണം. ആ, തിരിച്ചു പറയാൻ വേണ്ടിയിട്ടല്ല അമ്മ എനിക്ക് സെയിം തന്നെയാണ്. ലൈക്ക് കസിൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആണ്. ഈ സമയത്ത് കൈനീട്ടമാണ് മെയിൻ നമ്മളുടെ പരിപാടി. അതെ, എനിക്ക് ഏറ്റവും എൻ്റെ മെമ്മറിയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുത്തശ്ശനായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അന്ന് നമുക്ക് വിഷുവിനും ഓണത്തിനൊക്കെ അല്ലേ കോടി ഡ്രസ്സ് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എന്തുണ്ടെങ്കിലും മുത്തശ്ശനെ കൊണ്ടേ കാണിക്കണം. അതായത് ആദ്യം എനിക്ക് മുത്തശ്ശനെ കാണിച്ചിട്ട് വേറെ ആരും എന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ ആദ്യം രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം മുത്തശ്ശൻ്റെ അടുത്ത് പോയി ഡ്രസ്സ് കാണിക്കുക. മുത്തശ്ശൻ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറയണ കേട്ടാൽ എൻ്റെ വിഷു കഴിഞ്ഞു. അതാണ് എനിക്ക് കൺസോളിഡേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അതാണ് എൻ്റെ വിഷു. മെഹറിൻ്റെ അടുത്ത് പറയുമ്പോഴേ ഈ തൊങ്ക് എന്നൊക്കെ പറഞ്ഞ പോലെ മെഹറിനെ ഞാൻ ഫസ്റ്റ് നോട്ടീസ് ചെയ്യണം എന്താ അറിയോ, മോട്ടറാക്കി വിട്ടു എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. മോട്ടർ എന്ന് പറഞ്ഞാ അതായത് ഇവരുടെ നാട്ടിലെ ഭാഷയില്ലേ വേറെ തന്നെയാ. ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂവിന് പോയിട്ട് എന്നെ മോട്ടറാക്കി വിട്ടതാവും. എന്താ പിരികീറ്റ് വിട്ടു. അങ്ങനെ പറയില്ലേ നമ്മള് മോട്ടറിന് ഡയലോഗ് പറയാതെ ഞാൻ പറഞ്ഞുതരാം. അല്ല, നമ്മളിപ്പം നമ്മള് ഭയങ്കരമായിട്ട് നിർബന്ധിക്കല്ലേ, അനാവശ്യമായി പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മളൊരു പിരികീറ്റ് വിട്ടു. അതന്നെ ഞങ്ങള് അവിടെ മോട്ടറിന് അല്ല, ഞങ്ങളുടെ നാട്ടിൽ ചിലപ്പോ വേറെ എന്തെങ്കിലും ആയിരിക്കും. നാട്ടിൽ പറയാ മോട്ടറിന് കൈതച്ചക്ക. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ആക്ച്വലി കുറെ നാള് കോഴിക്കോടായിരുന്നു. പിന്നെ എനിക്ക് ഫ്രണ്ട് സർക്കിൾ കൂടുതലും കോഴിക്കോട്, മലപ്പുറം ആ ഒരു സൈഡാണ്. മോട്ടർ എനിക്ക് അറിയത്തില്ല അത് എവിടത്തെ ഉള്ളത്, പക്ഷെ അത് പറയുമ്പോൾ പറയും, മോട്ടർ എന്ന് പറയും. പിന്നെ എന്താ പറയാ, അങ്ങനത്തെ പല പല വാക്കുകളൊക്കെ പറയും. നിങ്ങളുടെ ഭാഷ കേൾക്കാൻ ഭയങ്കര രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെഹറിന്റെ ഭാഷ അല്ല, മെഹറിന്റെ നാട്ടിലെ ഭാഷ എല്ലാവരും സംസാരിക്കുന്നത് ഭയങ്കര രസം. അല്ല, ഇത് പല അതെ 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 പല നാട്ടിലെ സാധനങ്ങൾ ഒരുമിച്ച്. കൊച്ചി ഉണ്ട്, മലപ്പുറം ഉണ്ട്, കോഴിക്കോട് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു വെക്കേഷൻ, ഞാൻ വേറൊരു ക്വസ്റ്റിലേക്ക് പോവാണ്. എനിക്ക് ഫസ്റ്റ് ഉത്തരം പറയുന്നത് രജനീഷ്, നിങ്ങൾ ഇത്രയും കവിതകൾ വായിക്കുന്നു, കവിതയല്ല, പാട്ട്, പാട്ടുകൾ. എന്നാ പാട്ടുകൾ, കവിതയുണ്ട്, ഞാൻ കണ്ടതാണ് ഇന്റർവ്യൂ. കാവ്യയുടെ സാറിന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ്. കവിത അത്യാവശ്യം നന്നായി കേൾക്കുന്ന ഒരാളാണ്. അത് ഇന്റർവ്യൂ കേട്ടതാണോ? എടാ, പഠിക്കുന്നതാണ്, പഠിച്ചെടുക്കണേയാണ്. അത്രയുള്ള ഒരാൾക്ക് എന്തായാലും കുറച്ച് പോയറ്റിക് ആയിരിക്കുമല്ലോ ആള്. അപ്പൊ ഈ വെക്കേഷൻ ടൈമിൽ എന്റെ ക്ലാസ്സിലെ ബോയ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ പറയണത് അവരുടെ ക്രഷിന് മിസ് ചെയ്തു എന്നുള്ളതാണ്. രജനീഷ് ചേട്ടന്റെ ഏറ്റവും ഓർമ്മയുള്ള ഭാര്യ വേണ്ട, അതല്ലാത്ത സ്കൂൾ ടൈമിലുള്ള എന്തെങ്കിലും സ്റ്റോറി? അയ്യോ, ഒരുപാട് ഉണ്ടാവുമല്ലോ, ഇതൊക്കെ പറയാൻ എന്താണ് അവിടെ കൗണ്ടർ? എടാ, ക്രഷ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് അന്ന് പ്രണയങ്ങളായിരിക്കും ഉണ്ടായിരിക്കും. ക്രഷ് വെച്ചിട്ട് പ്രണയമായില്ലേ? അല്ലല്ല, പ്രണയവും ക്രഷും ഒക്കെ വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും ക്രഷ് എന്ന് പറയുന്നത് താൽക്കാലികമായി തോന്നുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് ഒരുപാടുണ്ട്, എടുത്തു പറയാൻ പറ്റില്ല. ഇനി സീരിയസ് കൈൻഡ് ഓഫ് ഡീപ്പെന്ന് നമുക്ക് തോന്നിയതാണ്, ഇപ്പൊ അങ്ങനെ തോന്നുന്നില്ലല്ലോ. അല്ല, അതൊക്കെ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ഇല്ല. എനിക്ക് ഈ ക്വസ്റ്റ്യനില് ആ ഒരു നിന്റെ ഒരു എന്താ പറയാ ഇന്റൻഷൻ അല്ല, ഇന്റൻഷൻ ഓക്കെ. അപ്പം ചോദിക്കാൻ ശ്രമിക്കുന്ന പ്രണയത്തെ കുറിച്ചാണല്ലോ. പ്രണയം എന്ന് പറയുന്നത്, സാധ്യത എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് കോളേജ് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു കുട്ടിയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ, ഇയാളുടെ ബർത്ത്ഡേ വരുന്നത് ഇയാളുടെ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതറിയാത്തതുപോലെ ഭാവിക്കുക എന്നുള്ളതാണ് നമ്പർ. അപ്പോൾ അയാൾ ഇങ്ങനെ അയാളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുകയാണല്ലോ, തലയിൽ മൊത്തം അയാൾ മാത്രമായിട്ട് നടക്കുന്ന ഒരു ടൈമിൽ
ഒരു 1001 അറേബ്യൻ രാവുകൾ എന്ന് പറഞ്ഞിട്ട് പണ്ട് ഒരു അറേബ്യൻ കഥകളുണ്ട്. ആ കഥകളുടെ ഒരു കവർ പേജ് ഉണ്ട്. ആ കവർ പേജിൽ ഒരു 2 പേരുടെ പടമുണ്ട്. ആ 2 പേരുടെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ ആ പെൺകുട്ടിയുടെ പടം വരച്ച് പഠിച്ചു. അത്യാവശ്യം കുറച്ചൊക്കെ ഇതിനുള്ള സ്കില്ലുള്ളതുകൊണ്ട് ഇത് നന്നായിട്ട് വരച്ച് പഠിച്ചു പ്രാക്ടീസ് ചെയ്തിട്ട് പേനയൊക്കെ കരുതിയിട്ട് ഉച്ചയ്ക്ക് കോളേജിലേക്ക് എൻട്രി ആവുന്നു. അപ്പം ഇവർ പറയുന്നുണ്ട് ഇയാളുടെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, അയ്യോ ബർത്ത്ഡേ ആണല്ലേ എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രഷൻ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ ഇട്ടിട്ട് ഒരു കാര്യം ചെയ്യൂ, ഇയാളുടെ ബുക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചിട്ട് അയാളുടെ ബുക്ക് വാങ്ങിക്കുന്നു. ബുക്ക് വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ എല്ലാവരും കാണണം, അതാണ് അതിൻ്റെ ഒരു സാധനം. അയാളും കാണണം, അയാളും ശ്രദ്ധിക്കണമല്ലോ. തുറക്കുന്നു, ഇത് വളരെ കൃത്യമായിട്ട് പഠിച്ച സാധനം കറക്റ്റായിട്ട് വരയ്ക്കുന്നു. എന്നിട്ട് ഈ കാലിഗ്രാഫി റൈറ്റിംഗ് പോലെ എഴുതാനുള്ള മിടുക്കുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സാഹിത്യമൊക്കെ അതിനകത്ത് എഴുതിയിട്ട് അയാൾ കൊടുക്കുന്നു. അയാളിങ്ങനെ അത്ഭുതം കൊണ്ട് കൂടുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് ആ ലൈൻ ഒത്തതിൻ്റെ ഒരു കാരണമെന്ന് തോന്നുന്നു. അതൊരു പ്രണയമാണ്. പിന്നെ സ്വാഭാവികമായ പരിണതി ആ പ്രണയത്തിന് ഉണ്ടായല്ലോ. കുഴപ്പമില്ലല്ലോ, എന്നാലും അടിപൊളി ടെക്നിക്കായിരുന്നല്ലോ. ചേച്ചി, വാട്ട് ഈസ് ലവ് ഫോർ യു? ഇങ്ങോട്ട് കിട്ടിയത് പറഞ്ഞാൽ മതി. ഇത് കേട്ടിട്ട്, ഈ കഥ കേട്ടിട്ട് ഇവരാരും ഒന്നും എക്സ്പ്രഷൻ ഇട്ടില്ല. എന്താണെന്നറിയാമോ, ഇവരിലേക്ക് വരുമ്പോ എന്ത് കഥയാണ് പറയാന്ന് പൂജ ശരിക്കുള്ള കഥ പറ. ഓക്കെ, സ്കൂൾ ടൈമിൽ ഒരു കുട്ടിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അത് 6ാം ക്ലാസ്സിലെ കഥയാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് ഇച്ചിരി കൂടെ കയറ്റി പിടിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ 2K, ഞാൻ കയറ്റി പിടിക്കില്ല. അപ്പൊ 6ാം ക്ലാസ്സിലെ കഥയാണ്. അപ്പോൾ ആ സമയത്ത് ആ കുട്ടിയാണെങ്കിൽ എൻ്റെ അടുത്ത് കുറേ റിക്വസ്റ്റ് ചെയ്തു, എന്നെ ഇഷ്ടപ്പെടൂ പ്ലീസ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര ജാടയിട്ട് നിന്നു. നോ, എങ്ങനെ അതെനിക്ക് പറ്റില്ല. ഡാൻസറും അല്ലേ അന്ന്? അതെ, ഭയങ്കര ഡാൻസർ. അതെ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറ്റില്ല. പിന്നെ അന്ന് ഞാൻ റിയാലിറ്റി ഷോ, ഞാൻ സൂര്യ ടിവിയിലൊക്കെ റിയാലിറ്റി ഷോ ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര സംഭവം എന്നാണ് ഞാൻ തന്നെ വിചാരിച്ചാണെന്ന്. പക്ഷെ അങ്ങനെ നല്ലായിരുന്നു. അപ്പൊ അവ വലിയ കാര്യത്തിൽ പറഞ്ഞ് പ്ലീസ് 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 എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ ആ കുട്ടി പറഞ്ഞ എൻ്റെ അടുത്ത്, നീ എന്നെ പെടുന്നില്ലെങ്കിൽ എനിക്ക് നിന്നെ ഇനി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, വീണ്ടും വീണ്ടും ഇഷ്ടം വന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ സ്കൂള് മാറാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ മാറിപ്പൊക്കോന്ന്. ആ കുട്ടി പോയി. എന്നോട് ചോദിക്കുകയാണെങ്കിൽ കഥയായിട്ടൊന്നും പറയല്ലോ, കുറേ കഥകൾ ഉള്ളതുകൊണ്ട് ചെറിയ കാര്യം മാത്രം പറയാം. എനിക്ക് പേര് പറയരുത്. അതെനിക്കറിയാം, നല്ല സ്ട്രിക്റ്റ് ആണ്. രമേശിന്റെ പേര് പറയണ്ട. അല്ല, പേര് പറയില്ല. എനിക്ക് ചോരയിൽ കുതിർന്ന എഴുത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെ അതെ, പുള്ളി ഇപ്പോഴും എന്റെ സുഹൃത്താണ്. അതെ അതെ അതെ, ചോര. എന്നിട്ട് കുറെ നാളെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. പക്ഷെ അങ്ങനെ അന്ന് പ്രണയമൊന്നും തിരിച്ചു പറഞ്ഞിട്ടൊന്നും ഇല്ല. പക്ഷെ ചോരയിൽ കുതിർന്ന എഴുത്ത് കിട്ടിയിട്ടുണ്ട്. അത് പോരെ, മതി. അത് ധാരാളം, വലിയ സ്റ്റോറി ആയില്ലേ. ഒരാൾ സ്കൂൾ വിട്ടു പോകുന്നു, ഒരാൾ ചോരയിൽ കുതിർന്ന ലെറ്റർ കൊടുക്കുന്നു, ഒരാൾ ചിത്രം വരയ്ക്കുന്നു. ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് അല്ലേ, ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് മെഹറിന്റെ അനുഭവം പറയാനുള്ള സമയം കൊടുക്കും. വടിയായിട്ടായിരിക്കും നിൽക്കുക. എന്നാ നമുക്ക് പകരം വരുന്ന വേറെ എന്തെങ്കിലും ഇതിലേക്ക് വരണ പറയൂ. ഞാൻ പണ്ടിങ്ങനെ എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു, ഒരു 2000 ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൊരു പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ വെറുതെ സ്കൂളിൽ പോവും, വരും, കോളേജിൽ പോവും, അങ്ങനെ. അപ്പോഴാണ് കൊറോണ വന്നത്. കൊറോണ വന്ന സമയത്ത് എന്തായി, ഒരു പെരുന്നാൾ വന്ന സമയത്ത് എനിക്കിങ്ങനെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങല്, ഷോൾ ഇട്ട് ഇങ്ങനെ പറത്തല്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു പെരുന്നാളിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കൊടുത്ത്, ഫ്രണ്ട് എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നു. എന്നിട്ട് ആ വീഡിയോ ഞാൻ വെറുതെ ഇൻസ്റ്റഗ്രാം പബ്ലിക് അക്കൗണ്ട് ആക്കിയിട്ട്, ആ സമയത്ത് കുറേ റിക്വസ്റ്റ് വന്ന് കിടക്കണ്ടായിരുന്നു. കുറേ റിക്വസ്റ്റ്, ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തപ്പോൾ തന്നെ പബ്ലിക് അക്കൗണ്ട് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇത് തന്നെ ആക്സെപ്റ്റ് ആവുമല്ലോ. അങ്ങനെ അപ്പൊ എനിക്ക് ഈ 2000 പെട്ടെന്നൊരു 7000 ഫോളോവേഴ്സ് എന്തോയി. 7000 പേര് റിക്വസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് കയറി. പിന്നെ ഈ വീഡിയോ കൂടെ ഇട്ട സമയത്ത് തള്ളലല്ല, സത്യമാ, നമ്മൾ 2K തള്ളല്ലോ. എന്നിട്ട് ഈ വീഡിയോ ഇട്ടു. ഇത് ആ സമയത്ത് ഈ അജ്മൽ ഖാന്റെയും ജുമാന ഖാന്റെ ഒരു വൈറൽ സോങ് ആയിരുന്നു. ആ വീഡിയോ കുറച്ച് റീച്ചായി. ഈ അജ്മൽ ഖാൻ അതൊക്കെ എടുത്ത് സ്റ്റോറി ഒക്കെ ഇടുകയൊക്കെ ചെയ്തു. അപ്പം ഭയങ്കര സന്തോഷമായി. അപ്പൊ ആ വീഡിയോ ഇങ്ങനെ റീച്ച് ആകുമ്പോൾ ഈ ഫോളോവേഴ്സ് ഇങ്ങനെ കൂടുന്നത് കാണും. അപ്പൊ നമുക്കിങ്ങനെ ഭയങ്കര സന്തോഷം. ഇങ്ങനെ അപ്പൊ നമുക്കിങ്ങനെ പിന്നെ വീഡിയോസ് ഇങ്ങനെ ഇടാൻ തോന്നി. അങ്ങനെ ഞാൻ തന്നെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടാണ് ഞാൻ തന്നെ കണ്ടോണ്ടിരുന്നത്. അങ്ങനെ കോൺഗ്രേഷനിലേക്ക് വന്നു, അതുവഴി ആങ്കറിലേക്ക് വന്നു. അല്ല, ആങ്കറിങ് ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ളൂല്ലോ തുടങ്ങിയിട്ട്. ഞാൻ പഠിക്കുമായിരുന്നു, ഞാൻ MBA പഠിക്കുമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊമോഷൻസ് എവിടെയെങ്കിലൊക്കെ പോയി ഫുഡ് കഴിക്കും, അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ഇതായിരുന്നു.
പിന്നെ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് കൊച്ചി വന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ സംസാരിക്കുമല്ലോ വെറുതെ ഇങ്ങനെ നോക്കിക്കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് സമയത്ത് ഞങ്ങളുടെ മൈൽ സ്റ്റോണിലെ അപ്പുചേട്ടൻ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ഓക്കെ എന്തുകൊണ്ട് നോക്കിക്കൂടാ എന്ന് വിചാരിച്ചിങ്ങനെ വെറുതെ നോക്കി. പിന്നെ എന്തോ ഭാഗ്യത്തിന് കിടി ചക്ക വീണു മയിൽ. അതെ. ചേച്ചിയിലേക്ക് വരുമ്പോൾ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ഒരാളാണ്. എങ്ങനെയാണ് സ്റ്റാർട്ടിങ്? പിന്നെ എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ഫഹദ് ഫാസിലിന്റെ ഇന്റർവ്യൂ ചെയ്ത് ചേച്ചി മാത്രമാണ്. അതെ, ആ എക്സ്പീരിയൻസും കൂടെ പറയും. വന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ കൂടിയാണ് ആങ്കറിങ്. അഭിനയം അന്നും ഇന്നും ഒന്നും അങ്ങനെ ആ സമയത്തൊക്കെ നമുക്ക് അഭിനയിക്കാനല്ലോ ഇഷ്ടം, പക്ഷേ എനിക്ക് അന്നും ആങ്കർ ചെയ്യാനായിരുന്നു ഇഷ്ടം. ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാർ സിംഗറിൻ്റെ പ്രൊഡ്യൂസർ സർഗോ വിജയരാജാണ് ഞങ്ങളുടെ നാട്ടുകാരനോടാണ്. സർഗോ ചേട്ടനാണ് ആദ്യം എന്നെ ഓഡിഷൻ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ സംസാരിക്കാൻ തോന്നും. പക്ഷെ ഞാൻ ചെയ്തു തുടങ്ങിയത് കൈരളിയിലാണ്. അവിടെ ഒരു ഓഡിഷനായിട്ട് വർത്തമാനം പറയുന്നതായിട്ട് വിളിക്കുന്നു, ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നു, ഫസ്റ്റ് എപ്പിസോഡ് ചെയ്യുന്നു. അങ്ങനെയാണ് അന്ന് വാൽക്കണ്ണാടി പോലെ റെയിൻബോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം. അന്നത് ഭയങ്കര ഹിറ്റായിരുന്നു. നമ്മൾ ആങ്കേഴ്സ് ഇങ്ങനെ ഒരുമിച്ചുള്ള ഒരേ കളർ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വരുന്നു. അങ്ങനെ അങ്ങ് വന്ന് ഇത് 17 വർഷങ്ങളാകുന്നു ആങ്കർ ചെയ്തിട്ട്. ഭയങ്കര ഇഷ്ടമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ചോദിച്ചത് ഫഹദിൻ്റെ ഇൻ്റർവ്യൂ അല്ലേ? ഫഹദിൻ്റെ ഇൻ്റർവ്യൂ വളരെ യാദൃച്ഛയോടെ ഞാൻ അന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് മോള് വളരെ ചെറുതാണ്, എൻ്റെ സെക്കൻഡ് ബേബി. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിരുന്ന അടുത്തൊരു ഇൻ്റർവ്യൂ ആണ്. പക്ഷേ എക്കാലത്തും ഓർത്ത് വെക്കുന്നത്, ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തതിലേക്കും ഏറ്റവും മാജിക്കൽ ഐസുള്ള ഒരു മനുഷ്യൻ. ഫഹദിൻ്റെ കണ്ണി നോക്കിയാൽ നമുക്ക് എന്താ പറയുന്നത്, എല്ലാം മറന്നു. അത്രയും ഭംഗിയുള്ള കണ്ണുകൾ. പിന്നെ ചോദ്യങ്ങൾ വളരെ നന്നായിട്ട് തന്നെ. എത്ര ലേറ്റ് ആയെങ്കിലും 11 മണിക്ക് പറഞ്ഞ ഇൻ്റർവ്യൂ തീരുന്നത് 7:30 രാത്രിയിൽ. അത്രയും വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും ഇന്നും ഏറ്റവും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇൻ്റർവ്യൂ തന്നെയാണ്. അന്ന് പറഞ്ഞിരുന്നല്ലോ ഈ സിംഗിൾ ഇൻ്റർവ്യൂ ആകെ നമുക്ക് മാത്രമാണ് തന്നെ. അതിൻ്റെ ഒരു സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു അന്ന്. ഓക്കെ, സോ കിങ് ഓഫ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ധ്യാൻ ചേട്ടനെയാണ്. ധ്യാൻ ചേട്ടൻ ഇന്റർവ്യൂ എടുത്ത ആരൊക്കെ ഉണ്ട് ഇവിടെ? പൂജ ഉണ്ട്, എല്ലാവരും ഉണ്ടല്ലേ? ഇതിൽ ആരൊക്കെ ഏറ്റവും നല്ല അനുഭവം പറയാനുള്ള? ധ്യാൻ ചേട്ടൻ്റെ ഫസ്റ്റ് ഞാൻ ആകെ 2 ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളൂ. ധ്യാൻ ചേട്ടൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ട്. പക്ഷെ അത് 4:30 അങ്ങനെ എന്തോ പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ലേറ്റായി നീണ്ടുപോയി 10 മണി 11 മണി. അപ്പോഴേക്കും എല്ലാവരും എക്സോസ്റ്റഡ് ആയി. പക്ഷെ നമുക്കൊരു 15 മിനിറ്റ് തരാം എന്ന് പറഞ്ഞിട്ടാണ് PR. നമുക്ക് അങ്ങനെ ടൈം ഉണ്ടല്ലോ, ഇത്ര സമയം കിട്ടുള്ളൂ, അപ്പോൾ ഇത്ര സമയത്തിൽ തീർക്കണം. പിന്നെ ഇത് ഫിലിം പ്രൊമോഷനുമാണ്. അപ്പോൾ പക്ഷേ ചാനലിൽ നിന്ന് വന്ന് പറയും നമ്മുടെ അടുത്ത് ഇവരെ പറ്റി ഇതൊക്കെ ചോദിക്കണം, എന്നാൽ സിനിമേനെ പറ്റി ചോദിക്കണം, അങ്ങനത്തെ. അപ്പോൾ ഈ 15 മിനിറ്റിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ധ്യാൻ ചേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ധ്യാൻ ചേട്ടാ ദിസ് ഇസ് എ റാപ്പിഡ് ഇൻ്റർവ്യൂ. ഇതിങ്ങനെ പടയെന്ന് പോകുന്നതാണ്. ഇത് റാപ്പിഡ് നല്ല സ്റ്റുപ്പിഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞ് തുടങ്ങി. പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞൊരു ഏതോ ഒരു ടാസ്ക് വന്നപ്പം ഒരു സംഭവം പറഞ്ഞു, അത് ഭയങ്കര കോൺട്രവേഴ്സി ആയി. ഞാൻ പോലും അറിഞ്ഞില്ല. പിറ്റേ ദിവസം വെക്കുമ്പോൾ എനിക്ക് അവർ റിയാക്ഷൻ ഞാൻ വെച്ചാൽ ദൈവമേ, ഒരു ഇൻ്റർവ്യൂവിനൊക്കെ ഇത്രയൊക്കെ പ്രശ്നങ്ങളോ? പൊതുവെ ആൾക്കാർ വിചാരിക്കുന്നത് ഇറ്റ്സ് വെരി ഈസി. നമ്മളൊരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അവർക്ക് അവിടെ വന്ന് 4 വർത്താനം പറഞ്ഞ പോലെ. അതല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന ചാനലിലും നമുക്ക് പ്രഷറുണ്ടോ ഇങ്ങനെ ചോദിക്കണം. നമുക്ക് തമ്പടക്കം ചിലപ്പോൾ തമ്മിലടക്കം ഫിക്സ് ചെയ്തിട്ട് ഇത് ചോദിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം നമ്മളാണല്ലോ ഇത് ഫേസ് ചെയ്യണേ. അങ്ങനെ കുറേ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ബിഗ് ബോസ് ഒക്കെ ഇറങ്ങി വന്ന് പിന്നെയാണ് ധ്യാൻ ചേട്ടനാണ്. അപ്പം പിന്നെ വീണ്ടും എനിക്ക് ട്രോൾ അടുത്ത് കിട്ടി. ധ്യാൻ്റെ കാര്യത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ധ്യാൻ്റെ ബൂം വരുന്ന ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത് വീണയും ധ്യാനും തമ്മിലുള്ള ഇൻ്റർവ്യൂ ആണ്. അത് ശരിക്കും ഞങ്ങൾ എടുക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് സത്യം മാത്രമേ ബോധിപ്പിക്കുകൊണ്ട് 2 ഇൻ്റർവ്യൂസ് ഹിറ്റായി. ഒന്ന് RJ ശംഭു എടുത്ത ഇൻ്റർവ്യൂവും ഒന്ന് ഞാൻ എടുത്ത ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചിട്ടാണ് ബിഹൈൻഡ് വുഡ്സ് തിരിച്ചറിയുന്നത് ഈ ധ്യാൻ ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടലിൻ്റെ സംവിധായകൻ രതീഷ് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഉടലിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചു. അതും ഹിറ്റായി. അപ്പോൾ 3ാമത് ഫിലിം പ്രൊമോഷൻ വന്ന സമയത്ത് വീണ്ടും ധ്യാനും വീണയും തമ്മിൽ കൂട്ടിമുട്ടാനുള്ള ഒരു സാധ്യത നോക്കുന്നുണ്ട്. ഞാൻ ഈ രതീഷിനോട് വീണ്ടും സംസാരിക്കുന്നുണ്ട്. കാരണം പ്രൊഡക്ഷനിൽ അന്ന് എനിക്ക് തോന്നുന്നു ചെറിയ PRO ആയിട്ട് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനുമായിട്ടാണ് ഈ സാധനങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് വീണ്ടും ഒരു പ്രാവശ്യവും കൂടെ ശ്രമിച്ചു. അതിൽ സമയം താമസിച്ചുകൊണ്ട് നമ്മുടെ ക്രൂ തിരിച്ചു വരുന്നൊരവസ്ഥയുണ്ടായി. അപ്പം ഫൈറ്റായി.
അപ്പോൾ സംവിധായകനും ഞാനും തമ്മിൽ അത്യാവശ്യം സംസാരിക്കുന്ന ഒരു 45 മിനിറ്റ്സ് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒടുവിൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാനിത് വിടുന്നു എന്ന് സംവിധായകൻ പറഞ്ഞു. ധ്യാനെ വിളിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊമോഷൻ ചെയ്തു തന്നു എന്നുള്ള പറയുന്ന സമയത്ത് ഞാൻ ധ്യാനെ വിളിക്കുന്നു. ധ്യാനെ വിളിക്കുന്ന സമയത്ത് അന്നാണ് ആദ്യമായിട്ട് ധ്യാനുമായിട്ട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഇൻ്റർവ്യൂ, സീരിയസ് കൈൻഡ് ഓഫ് ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യണം. കാരണം ക്യൂവിൽ കൊടുത്ത എന്തോ ഒരു സാധനത്തിൽ ധ്യാനിന് എക്സ്പ്ലനേഷൻ പറയണമായിരുന്നു. അപ്പം അത്യാവശ്യം ഈ അങ്ങനെയുള്ള ഒരു ഇൻ്റർവ്യൂവിന് പറ്റിയ ഒരാളെന്നുള്ള രീതിയിൽ എന്നെ സെലക്ട് ചെയ്തു. പക്ഷേ ഡൽഹിയിൽ ധ്യാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇൻ്റർവ്യൂ നടത്തേണ്ടതില്ല, ആ വിവാദം അങ്ങ് പൊക്കോളും എന്ന് മനസ്സിലാക്കിയിട്ട് ഫണ്ണി പിടിച്ചാലോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ വീണയും ധ്യാനും കൂടെ ഇരുന്നാൽ രസമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു പീക്ക് പോകുന്നത്. പിന്നെയാണ് ഈ ധ്യാൻ ശ്രീനിവാസൻ ഞങ്ങളുടെ ബിഹൈൻഡ് വുഡ്സിൻ്റെ ഐശ്വര്യം എന്ന് വെക്കണം എന്നുള്ള സാധനം ഞങ്ങളെല്ലാം അഭിപ്രായം പറയുന്നത്. എന്താ പറയാനുള്ള? എനിക്ക് നല്ല മോട്ടർ അങ്ങനെ കുറെ എയറിലായിരുന്നു ധ്യാൻ ചേട്ടൻ. പക്ഷേ ഈ ധ്യാനിന്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പൂജ പറഞ്ഞൊരു കാര്യം എടുത്ത് പറയട്ടെ നീതു. എല്ലാവരുടെയും ഒരു വിചാരമുണ്ട് ഇന്റർവ്യൂ എന്ന് പറയുന്നത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പൂജ പറഞ്ഞ പോലെ തന്നെ എന്ത് വന്നാലും അതിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം എൻ്റെ ഒന്നും ഒരു കാലഘട്ടത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു, ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് വന്നാലും ഇവരിലേക്കാണ് അത് വരിക അല്ലെ, ട്രോള്. അതെ അതെ അതെ. ഇപ്പം മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവാം. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമുക്കുണ്ടാവുന്ന പ്രഷർ, ഇപ്പൊ പറഞ്ഞ പോലെ ഈ സെലിബ്രിറ്റീസ് പല മൂഡിലായിരിക്കും വന്നിരിക്കുക. ചില ഇന്റർവ്യൂവിന് അവർ ചിരിച്ചിരിക്കും, അടുത്തതിന് വേറെ ആയിരിക്കും. അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്ത് നമ്മളൊരു ഭയങ്കര നിങ്ങൾ കാണുന്ന തരത്തിലേക്ക് ഒരു ഭംഗിയുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എയറിൽ പോവുകയാണെന്നോ റീച്ച് പോകണമെന്നൊക്കെ പറഞ്ഞ് സാധനം ഉണ്ടാക്കുക വെച്ചാൽ ഒട്ടും എളുപ്പമുള്ള കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ രജനീഷ് ചേട്ടൻ്റെ അടുത്ത് പാട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹം എന്തോരം വർക്ക് ചെയ്തിട്ടായിരിക്കും. അതുപോലെ ഇപ്പൊ പൂജ പറഞ്ഞു രാത്രി 11 മണി വരെ വെയിറ്റ് ചെയ്തിരുന്നൊക്കെ എടുക്കുന്നതാണ് ഈ പ്രൊമോഷൻസിന്റെ ഒക്കെ. ഇപ്പൊ നമ്മള് വെയിറ്റ് ചെയ്യുമ്പോൾ പോലും നമുക്ക് ചില നേരത്ത് ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത, ഇപ്പം ഞാൻ ഇപ്പം അഖിൽ മാരാറിൻ്റെ ഒക്കെ ഇന്റർവ്യൂ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ അപ്പം പോയി എടുക്കാം. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും നമ്മൾ പേഴ്സണൽ നമ്മൾ വീട്ടുകാരുടെ കൂടെ ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇനീറ്റ് നമ്മൾ വരേണ്ടി വരും. അപ്പം അങ്ങനത്തെ സമയത്ത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ അഖിൽ മാരാറിൻ്റെ ഒക്കെ ഇന്റർവ്യൂ എടുക്കുമ്പോഴേക്കും അഖിലേട്ട രണ്ടായിട്ട് കാണുന്നത്, കാരണം തല ഇറങ്ങാൻ തുടങ്ങി ഞാൻ ഫുഡ് കഴിക്കാണ്ട്. പിന്നെ എനിക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത തൊട്ടാണ് എനിക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂ ഒക്കെ വന്നു തുടങ്ങി. എനിക്ക് അസിഡിറ്റി ഇഷ്യൂ ഉണ്ട്, അല്ല ഫുഡ് കഴിക്കില്ല സമയത്തിന്. ഈ ആക്സിഡന്റൽ ഇന്റർവ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മമ്മൂക്കയുടെ ഇന്റർവ്യൂ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും അന്ന് മമ്മൂക്ക അവിടെ ഷൂട്ടിനുണ്ടോ എന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുടെ പടം വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൺലൈൻ ഇന്റർവ്യൂ കിട്ടില്ല, അങ്ങനെയായിരുന്നു. സാറ്റലൈറ്റിന് ഇന്റർവ്യൂ കിട്ടും. ആ സമയത്ത് ഈ എൻ്റെ ഇൻ്റർവ്യൂസ് ഞങ്ങൾ 2 ആങ്കേഴ്സാണ്, മാഹിനും ഞാനും കൂടെയാണ് പോകുന്നത്. ഞാൻ പ്രൊഡ്യൂസറും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ഉത്തരവാദിത്വം കൂടുതലുണ്ട്. അത് പറയാനൊരു കാരണം കൂടെയുണ്ട്. ഈ ആദ്യം വന്നിട്ട് ശ്രിന്തയുടെയും മറ്റേതോ ഒരു ആർട്ടിസ്റ്റിൻ്റെയും കൂടെയാണ് എനിക്ക് പറഞ്ഞത്. പക്ഷേ അവർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സുഷിൻ ശ്യാമും ഫർഹാൻ ഫാസിലും കൂടെ വന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇരുന്നിട്ടുള്ള ഇൻ്റർവ്യൂ ആണെങ്കിൽ മാഹീൻ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മാഹീൻ ഇവർ രണ്ടുപേരും വരുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവർ രണ്ടുപേരും കസേരയിൽ വന്നിരുന്നതിന് ശേഷം ഈ മാഹീൻ ഇതിനകത്ത് ഇരുന്നിട്ട് പെട്ടെന്ന് ഗൂഗിൾ ചെയ്യുക, ഇവരെക്കുറിച്ചുള്ള വർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആതിര ഓടി വന്നിട്ട് PRO ആതിര ഓടി വന്നിട്ട് പറഞ്ഞു, 3ാമത്തെ ചെയർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം 3ാമത്തെ ചെയർ ഇത് ആർക്കാ എന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഈ വാതിലൂടെ മമ്മൂക്ക പാസ് ചെയ്ത് പോവുക. അപ്പം ആതിര ഇതിനകത്ത് നിൽക്കുന്നത് കണ്ടുകൊണ്ട് വെളിച്ചം ഇതിനകത്ത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ വാതിൽ തുറന്ന് കിടക്കായിരുന്നു. ഈ മമ്മൂക്ക അവിടെ വന്ന് നിന്നപ്പോൾ ഇത് ആരുടെ 3ാമത്തെ ചെയർ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിക്കാൻ പോയിട്ടാണ് ഞാനിങ്ങനെ ആഞ്ഞത്. മമ്മൂക്ക അവിടെ വന്ന് നിന്നു, ബാക്കി പരിവാരങ്ങളൊക്കെ പുറകിൽ നിന്നു. ആതിര ഇങ്ങനെ ഫേസ് ചെയ്യുന്നു, സെക്കൻഡ് ഞാൻ നിൽക്കുന്നു. മമ്മൂക്ക എങ്ങനെ ഇരിക്കുന്നുണ്ടോ എന്ന് പറയുന്ന സാധനം ഞാൻ പകുതി ചോദിച്ച് തിരിഞ്ഞപ്പോൾ മമ്മൂക്കയുടെ മുഖത്താണ് ഇതെത്തുന്നത്. അപ്പോൾ മമ്മൂക്ക എന്നെ നോക്കി ആതിരയെ നോക്കി. അപ്പോൾ ആതിര ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഇക്ക ഇവിടെ ഇരുന്നാലോ എന്ന് ആതിര ചോദിക്കണം. അപ്പോൾ നമുക്ക് എവിടെയായാലും എന്താന്ന് പറഞ്ഞു. മമ്മൂക്ക അന്ന് ഭയങ്കര വൈബിലായിരുന്നു. അന്ന് 11:30 കഴിഞ്ഞു, എല്ലാവർക്കും കൂടെ ഇരുത്തി. ഈ ഇൻ്റർവ്യൂ 10 മിനിറ്റ് സാധനം. അപ്പം അതിനകത്ത് അകത്ത് ഫർഹാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ഈ ഫർഹാനും സുഷിനും ഇരിക്കുന്നുണ്ട്, മാഹിൻ അവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ മാഹിൻ ഇത് അറിയുന്നില്ല, ഇത് ഈ പുറത്ത് നടന്ന സംഭവം മാഹിന് പെട്ടെന്ന് ഗൂഗിൾ നോക്കി ഇവർ ഇൻ്റർവ്യൂ ചെയ്യാൻ ശ്രമിക്കുകയാണല്ലോ. അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ വന്ന് മാഹിൻ്റെ അടുത്ത് വന്ന് നിന്നു. അപ്പോൾ മാഹിൻ ഇങ്ങനെ നോക്കിയപ്പോൾ നായിപ്പോയി. കാരണം മമ്മൂക്കയാണ്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നത് മമ്മൂക്കയൊക്കെ അവിടെ ഷൂട്ടുണ്ടെന്നോ പോലും അറിയില്ലായിരുന്നു, അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇയാൾ പെട്ടെന്ന് ചാടി എണീറ്റല്ലോ. ആങ്കറിൻ്റെ കസേരയ്ക്ക് മമ്മൂക്ക ഇരുന്നു. അപ്പോൾ സിറ്റുവേഷൻ ക്രൈസിസ് ആണ്. അപ്പോൾ അപ്പുറത്താണ് ഇരിക്കേണ്ടതെന്ന് പറയണം. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത്, ആരാണ് ഇൻ്റർവ്യൂ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ തന്നെ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുത്തു. അപ്പോൾ മാഹിൻ ഇങ്ങനെ പേടിച്ച് നിൽക്കല്ലേ. മാഹിൻ അപ്പോൾ എന്താ ചെയ്യുക, അത് ചേട്ടൻ്റെ അടുത്തേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ എടുക്കാം. പക്ഷേ ഇത് ആര് പറയണമെന്നുള്ളത് പെട്ടെന്ന് മമ്മൂക്കയുടെ അടുത്ത് പോയി പറയണമല്ലോ. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസറുടെ റോളിലേക്ക് പെട്ടെന്ന് മാറിയിട്ട് അവിടെ പോയിട്ട് മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞു, മമ്മൂക്ക അവിടെയാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം മമ്മൂക്ക അങ്ങനെ നോക്കിയപ്പോൾ 2 പേര് അവിടെ ഇരിപ്പുണ്ടല്ലോ.
അവന്മാരവിടെ ഇരിക്കുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവന്മാരിരിക്കുന്ന സ്ഥലത്ത് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇത് ആങ്കറിൻ്റെ കസേരയാണ് എന്ന് പറഞ്ഞപ്പോൾ മൂന്നാമത്തെ കസേര വന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും അത് കേട്ടിട്ട് ചാടി എഴുന്നേറ്റല്ലോ. അപ്പോൾ കസേര കറക്റ്റായിട്ട് വന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. പെട്ടെന്ന് ആ ഇൻ്റർവ്യൂ 10 മിനിറ്റല്ലേ ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് തീരുമ്പോൾ അതൊരു ആശ്വാസമാണല്ലോ മമ്മൂക്കെ. അവസാനം തീർന്ന സമയത്ത് എല്ലാവരും തിയേറ്ററിലേക്ക് പോകാമെന്ന് മാർച്ച് 12-ന് പോകാമെന്നോ മറ്റോ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു മാർച്ച് 12-ന് മാർച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് 8 പറഞ്ഞു. അപ്പോൾ അവസാനം മമ്മൂക്ക പറഞ്ഞു പൊളി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഈ ആങ്കർ കൊള്ളാം പൊളിയാണെന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു മമ്മൂക്ക പറഞ്ഞു കേട്ടാ ആങ്കർ പൊളിയാണ് ആങ്കർ പൊളിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ക്രെഡിറ്റ് കിട്ടിയ ഒരു ഇൻ്റർവ്യൂ ആണത്. ശരിക്കും അത് ആക്സിഡൻറ്റിലാണ്. അതിൻ്റെ പേരിൽ ഒരു 5 ഇൻ്റർവ്യൂവും കൂടെ മമ്മൂക്ക കൊടുക്കേണ്ടി വന്നു. 5 മിനിറ്റ് വെച്ചിട്ട് 5 മീഡിയാസിന് കൊടുത്തു. അപ്പോൾ വീണ്ടും തർക്കമായി. അങ്ങനെ ലാസ്റ്റിൽ എല്ലാവരും കൂടെ ഇരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ 11:30 കൊടുത്തിട്ടാണ് മമ്മൂക്ക അവിടെ നിന്ന് പോയത്. മമ്മൂക്കയെ പെടുത്തി. അതിന് മുമ്പ് കണ്ടിട്ടുള്ള പ്രൊമോഷൻ എന്ന് പറയുന്നത് ദുൽഖറിൻ്റെ പ്രൊമോഷനായിരുന്നു, ഗ്രാൻഡ് പ്രൊമോഷൻ. അതിനെ കടത്തി വെട്ടിയ പ്രൊമോഷൻ നടന്നത് മമ്മൂക്കയുടെ ആ പ്രൊമോഷനാണ്. ഓക്കെ, നമ്മൾ ഈ പ്രൊമോഷൻ വന്ന് പറഞ്ഞു വരുമ്പോഴേ നിങ്ങളൊക്കെ തമ്മിൽ പ്രൊമോഷന്റെ ഇടയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അന്നത്തെ ദിവസം ആദ്യമായിട്ട് നിങ്ങൾ തമ്മിൽ കണ്ട ദിവസം എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അയ്യോ, ഞങ്ങള് ആരും തമ്മിൽ കണ്ടില്ല. ഞാൻ ആദ്യം പറയട്ടെ, ഞാൻ പൂജേനെ കണ്ടിട്ടില്ല. ഇവിടെ വരുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. മെഹറിനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ 1-2 പ്രാവശ്യം. എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ അറിയണ്ടേ? നമ്മളിപ്പോ കൊറേ സംസാരിച്ചല്ലോ, ഫസ്റ്റ് ഇംപ്രഷൻ അറിയണ്ടേ? അങ്ങനെയൊന്നുമില്ല. സത്യം ആ ഫീൽ കറക്റ്റാണ്. അത് ശരിയാ. ഞാൻ ഫസ്റ്റ് ഹോളിഡേയില് ഞാൻ കയറി വന്ന് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പം പൂജ ചേച്ചി അന്ന് ബിഹൈൻഡ് വുഡ്സിലായിരുന്നു. അപ്പം പൂജ ചേച്ചിയും പ്രൊഡ്യൂസർ അവിടെ ഇരിക്കുക. അപ്പം ഞാനിങ്ങനെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ചേച്ചി ഇങ്ങനെ ഇതാക്കണേന്ന് എനിക്കറിയില്ലല്ലോ. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ആ സമയത്ത് ഇങ്ങനെ തുടങ്ങിയ സമയമുള്ളൂ. അപ്പൊ ഇവരൊക്കെ ഭയങ്കര സീനിയേഴ്സ് ആണല്ലോ. ഇന്റർവ്യൂവിന് പാലുംപഴം ആ മൂവിയുടെ. അപ്പൊ എനിക്ക് ടെൻഷൻ, ഇനിയിപ്പോ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഇവിടെ ആ ഇന്റർവ്യൂല് പാലുമഴ കൊടുത്തു മീര ജാസ്മിൻ. ആ ഇന്റർവ്യൂ കഴിഞ്ഞ് എന്റെ അടുത്ത് വരുന്നത് വെറൈറ്റി കണ്ടൻസ് ആണ്. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഒരു ഫേസ് ചെയ്യാനൊരു ചമ്മലുണ്ടായിരുന്നു. ഞാൻ കൂടെ നോക്കിയില്ല, ചേച്ചിയുടെ നേരെ നോക്കിയില്ല അല്ലെ? നോക്കിയില്ല. മെഹർ വരുന്ന ആക്റ്റീവ് ആവുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ മാറിയായിരുന്നു പ്രൊമോഷൻസ് കുറച്ചുകൂടെ. അതുമല്ല, ഞാൻ ഈ പറയുന്ന മാതിരി ഭയങ്കര സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ല. ഞാൻ ഇടയ്ക്ക് ആക്സിഡന്റലി കയറി വന്നത് പ്രൊമോഷനിലേക്ക്. കുറച്ചു കാലം ഒരു വർഷത്തോളം ഞാൻ അതിനകത്ത് സജീവമായിട്ട് നിന്നിട്ടുള്ള പ്രൊമോഷൻ. പൂജനെ കണ്ടില്ലേ? പിന്നെ എന്താ തോന്നിയേ? നമ്മളെ നോണക്കുഴിയുടെ പ്രൊമോഷനാണ് ഒരുമിച്ചുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഓണസ്റ്റ് ആയിട്ട് പറയാ, പൊതുവെ ഇപ്പൊ നമ്മള് ചാനലിന്റെ അകത്ത് ഒരു പ്രഷർ ഉണ്ടാവും. സീരിയസ്ലി ഇപ്പൊ നമ്മൾ ആ ചാനലിൽ ഈ ഒരു സാധനത്തിന് വ്യൂസ് ഉണ്ട്, ആ കുട്ടി ചെയ്തതിന് വ്യൂസ് ഉണ്ട്, മറ്റേ അങ്ങനെയൊക്കെ ഒരു സാധനം. അപ്പൊ പൊതുവെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു ആ സാധനം ഉണ്ടാവില്ല. നമ്മൾ പൊതുവെ ഇവരെക്കാ വ്യൂസ് നോക്കണം, അവരെ നമ്മൾ അടിപൊളി ആ ഒരു കാരണം എല്ലാ ജനറേഷന്റെ കാര്യമാണ് കേട്ടോ ഇവര് പറയുന്നത്. അല്ലല്ല, നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ആകെ ഓൺലൈൻ മീഡിയയിലേക്ക് കുറച്ചും കൂടി റിലാക്സ്ഡ് അതെ അതെ. പിന്നെ ചേച്ചിയുടെ കുറച്ചും കൂടെ സമാധാനപരമായ ഞാൻ ഓൺലൈനിലേക്ക് വരുന്നത് ഇന്ത്യ ഗ്ലിറ്റ്സ് ഹെഡ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഞാൻ ഇപ്പൊ രജീഷിന് പറഞ്ഞ സിംഗിൾ ഇന്റർവ്യൂസ് മാത്രമാണ് എടുക്കുക. ഫിലിം പ്രൊമോഷനായിട്ട് ആകെ എടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് കയറി ഒരു മമത ആസിഫിൽ, അത് ഇതുപോലെ തന്നെ എനിക്ക് മാത്രം ഓൺലൈനിൽ തന്നൊരു ഇന്റർവ്യൂ ആണ്. അവരുടെ തിരിച്ചു വരവില്ല. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രഷർ അന്നുമില്ല. അല്ല, ഇവർക്കുണ്ട് ഉറപ്പായിട്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചു ചോദിക്കാനില്ലേ? അനുഭവം പറയൂ. ഇന്റർവ്യൂ എടുത്ത ഏറ്റവും ഇംപ്രഷൻ ആണ് പറയുന്നത്. അല്ല, ഞാൻ അധികമൊന്നും എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ എന്താ പറയാ. അപ്പൊ ഇപ്പൊ ഒരു ഇന്റർവ്യൂ ചെയ്തത് ഒരു സാധനത്തിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, നിഖിലയുടെ. ഭയങ്കര നല്ല. പൊതുവെ പ്രൊമോഷൻ എടുക്കുമ്പോണ്ടല്ലോ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. കാരണം അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ നേരിടുന്നത്. അതിനകത്ത് വന്ന കമന്റുകളില് ഭയങ്കര സുന്ദരിയാണ് ആങ്കറും എന്നുള്ളൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം വായിച്ചിട്ടിരിക്കും കേട്ടോ. അതെല്ലാം മൊത്തം വായിച്ചിട്ടിരിക്കും. നമ്മള് ബിഗിനർ ആവുമ്പോഴേ നമ്മൾ എക്സൈറ്റഡ് ആവില്ല ഇതൊക്കെ കാണുമ്പോ. എന്താ അതിനകത്ത് ഇഷ്ടപ്പെട്ട കമന്റ്? ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റ് നീതുവിനെ കുറിച്ച് ഇന്ന് എന്നിട്ട് ഞാൻ ഇന്റർവ്യൂ സ്കിപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. പറയൂ. ഇഷ്ടപ്പെട്ട കമന്റ് ആണോ? എനിക്ക് സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതിലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. പിന്നെ ഞാൻ 24-ന് വേണ്ടിയിട്ട് ഒരു ഫുൾ സ്ട്രെച്ചിൽ ഒരു ലീഡ് റോൾ ഒരു
സാധനം ചെയ്തിരുന്നു, ഒരു 45 മിനിറ്റ്സ് ഉള്ള കലികാലം എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തിരുന്നു. അത് അത്യാവശ്യം ഞാൻ നന്നായി പെർഫോം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ അതിനെ മെൻഷൻ ചെയ്തിട്ട് ഈ കുട്ടി നന്നായി അഭിനയിക്കുന്നതാണ്, ഇന്ന കലികാലത്തിൽ ഈ കുട്ടി അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ ചെയ്തൊരു വർക്കിനെ അക്നോളജ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതിന് കരയണ്ട കേട്ടോ, സങ്കടം വേണ്ട, സന്തോഷം കൊണ്ട് കണ്ണു ഓക്കെ, നമ്മൾ ഇത്രയും നേരം ചോദ്യങ്ങളായിരുന്നു. നമുക്ക് ചെറിയൊരു ഗെയിമിലേക്ക് പോയാലോ? എല്ലാവരും ഫോൺ ഉണ്ട് കയ്യിൽ? ഓക്കെ, ഫോണിൽ മെമ്മറി ഇല്ല പക്ഷെ. അല്ല വേണ്ട, ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്യാനുള്ള മെമ്മറി ഇല്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അത് ആരാണെന്ന് എഴുതിയാൽ മതി. സ്വയം ഏറ്റവും ബെസ്റ്റായി എടുത്തു എന്ന് തോന്നിയ ഇന്റർവ്യൂ. ഇഷ്ടം പോലെ. അത് വേണ്ട, ഒരെണ്ണം ഓർത്തെടുത്ത്. ഓക്കെ, ഞാൻ എഴുതി കഴിഞ്ഞു. ഒരു മിനിറ്റ് ഞാൻ എഴുതി. ചേട്ടന് ഉത്തരം ഉണ്ട്, എനിക്കറിയാം. ഇവരെന്താ തമ്മി ഡിസ്കസ് ചെയ്തു അല്ലല്ലല്ല, ചേട്ടന് ഈ വേർതിരിച്ച് പറയുന്ന ആളായോണ്ടേ. റെഡി, എഴുതിയോ? ഓക്കെ, അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏറ്റവും വെയിറ്റ് ചെയ്ത് അത് പറയണ്ട. ഓക്കെ, ഒട്ടും പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടാതെ എടുത്ത ഇന്റർവ്യൂ. മമ്മൂക്കി അല്ലാതെ. മമ്മൂക്കിയുടെ കഥ നമ്മൾ കേട്ടില്ലേ? അത് വേണമെങ്കിൽ ഒരു കഥ പറയാം. വേണ്ട, കഥ വേണ്ട, സമയമില്ല. റെഡി, അടുത്തത്. ഓക്കെ, ഇന്റർവ്യൂ ചെയ്യണ സമയത്ത് ഏറ്റവും ഈസി ആയിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചിലർക്ക് ഇപ്പോൾ ചില ദിവസം ഓരോ മൂഡായിരിക്കും, കാര്യങ്ങളായിരിക്കും, പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും നമുക്ക് ഈസി ആയി തോന്നിയ ഒരാളില്ലേ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചോദിച്ചതിനൊക്കെ നന്നായി ഉത്തരം പറഞ്ഞു എന്നൊക്കെ തോന്നിയിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടാവുമല്ലോ. നമ്മൾ പ്രിപ്പയർ ചെയ്യാതിരുന്നിട്ടോ അതോ? അല്ലല്ല, പ്രിപ്പയർ ചെയ്യാതിരുന്നത് വേറെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒട്ടും പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടാതെ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും ബെസ്റ്റായി എടുത്ത ഇന്റർവ്യൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടാതെ എടുത്ത ഇന്റർവ്യൂ. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും ഈസി ആയിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയില്ലേ ഒരാളെ? നമുക്ക് വലിയ സെലിബ്രിറ്റി ആയിട്ടൊന്നും തോന്നാതെ നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ തോന്നി എന്നൊക്കെ തോന്നില്ലേ? അടുത്തതിന് എനിക്ക് ഓണസ്റ്റ് ആയിട്ടുള്ള ഉത്തരം വേണം. അപ്പൊ ഇതൊക്കെ കള്ളം മതിയോ? അല്ല, അങ്ങനെയല്ല, റിഗ്രറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് പണി പാളിയെന്ന് തോന്നിയിട്ടുള്ള ഒരു ചോദ്യം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ സാധനം, അത് പറയാൻ പറ്റില്ല. പക്ഷെ ഉണ്ടല്ലോ, റിഗ്രറ്റും വേണ്ട, നമുക്കിങ്ങനെ അശ്ശോ ഇത് ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല. ഇല്ല, ചേച്ചി ആലോചിച്ചിരുന്ന് ചോദിക്കുന്ന ആളാ, അതുകൊണ്ട് സാധ്യത കുറവാ. ഞാൻ വേറൊരുത്തരം പറയാം. അതെ അതെ, ഞാൻ വേണമെങ്കിൽ വേറൊരുത്തരം പറയാതിന്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ സെലിബ്രിറ്റീസിനൊക്കെ സ്ക്രീനിൽ കണ്ടിട്ടേ ചില ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയിരിക്കുമല്ലോ. അയ്യോ എന്തൊരു സുന്ദരം. എനിക്ക് നിഖില വിമലിൻ്റെ അങ്ങനെയായിരുന്നു. ഞാൻ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അയ്യോ എന്തൊരു നല്ല സ്കിൻ എന്നുള്ള സാധനം എനിക്ക് ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കുണ്ടാവുമല്ലോ, അതേതാ നിങ്ങൾക്ക്? സ്കിന്നല്ല, നമുക്ക് എനിക്ക് അങ്ങനെ വ്യത്യാസം തോന്നിയ ഒരാളെ പറയാം. എന്ത് വ്യത്യാസം എന്നൊക്കെ ഉള്ളത് പിന്നെ പറയാം. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കഥ പറയാനുള്ള ആള് പറഞ്ഞു. ഏറ്റവും ബെസ്റ്റ് ആയി എടുത്ത ഇന്റർവ്യൂ ഫഹദ് ഫാസിൽ. അത് ചേച്ചി ഓൾറെഡി പറഞ്ഞു. രജനീഷ് ചേട്ടൻ? എൻ്റെ കരിയറിൽ ഇപ്പോഴും സംഭവിച്ചതേ ഉള്ളൂ. ശ്യാമപ്രസാദ് സാറിൻ്റെ ഇന്റർവ്യൂ. ഇപ്പം ഞാൻ അതിന് മുമ്പ് എടുത്ത മിമിനി ചേച്ചിയുടെ ഇൻ്റർവ്യൂ ആണ് ഹിറ്റായ ഇൻ്റർവ്യൂ. അതിന് 4 ദിവസത്തെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ 185ാമത്തെ പാട്ടാണ് ചിന്ന ചിന്ന ആശയം. 185 വരെയുള്ള പാട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതിനകത്ത് നിന്ന് ഒരു 10 പാട്ട് മനസ്സിലാക്കുക എന്നുള്ളതും ഹിറ്റ് പാട്ട് അതിനകത്ത് നിന്ന് റിസർച്ച് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സുണ്ട്. പക്ഷേ ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ തളർന്നിരിക്കുമ്പോഴാണ് ശ്യാം സാർ വരുമെന്നുള്ളത് പെട്ടെന്ന് ആക്സിഡൻ്റലി സാറ് ഡേറ്റ് പറയുന്നു. അപ്പോൾ ശ്യാം സാറിനെ എനിക്ക് ശ്യാം സാറിൻ്റെ സുഹൃത്തുക്കളെ അറിയാം, ബാക്ക്ഗ്രൗണ്ട് അറിയാം. സാറിൻ്റെ കൂടെ അമൃതയിൽ വർക്ക് ചെയ്യുന്നു, ബോസായിരുന്നല്ലോ. അപ്പോൾ ബോസിനെ കാണുമ്പോൾ അന്ന് നമുക്ക് ബോസിനെ കാണാൻ അപ്പോയിൻമെൻറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ ഇന്ന് കയ്യിൽ കിട്ടുകയാണ്. അപ്പം പുള്ളിയുടെ സിനിമകളെക്കുറിച്ച് സംസാരിക്കുക. സാധാരണഗതിയിൽ പുള്ളിയുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച്, ഇപ്പോൾ ഒരേ കടലിലെ നാഥനെ കുറിച്ചൊന്നും സാറ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയില്ല, പേഴ്സ്പെക്റ്റീവ്സ് പറയില്ല. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ കുറച്ച് എൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ആ ക്ലിപ്പിങ്സ് വെച്ച് സംസാരിക്കുന്ന സമയത്ത് സാർ ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. അവിടെ ഒരു ആൻസർ കിട്ടി തുടങ്ങി. അവിടെ മുതൽ സാറുമായിട്ടൊരു കണക്ഷൻ വന്നു. അതാണ് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻ്റർവ്യൂ. ഓക്കെ, പൂജ? അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന്. ഓക്കെ, അടുത്താള്. എന്തൊരു അയ്യോ ശരിക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇനി 5 മാർക്കിന്റെ ഉത്തരം പറഞ്ഞു. ഒരു മാർക്കിന് ഉത്തരം പറഞ്ഞാൽ അപ്പൊ എനിക്ക് പറഞ്ഞു വേണ്ട. അല്ലല്ല, പറഞ്ഞു പൂജ പറഞ്ഞു. ഒന്നുമില്ല, ഞാൻ നവ്യ ചേച്ചിനായിട്ടുള്ള ഇന്റർവ്യൂ എടുക്കുമ്പോൾ
മുന്നേ ഒരു ചെറിയൊരു മെന്റലിസത്തിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ജാനകി ജാനെ ആ പടത്തിന്റെ. അപ്പം ഒരു മെന്റലിസത്തെ പരിപാടി കഴിഞ്ഞിട്ട് എന്റെ ഇന്റർവ്യൂ അങ്ങനെ എന്തോ പ്ലാൻ ഇട്ടിരുന്നത്. ചേച്ചിക്കാണെങ്കിൽ ഈ മെന്റലിസം അങ്ങനത്തിലൊന്നും വിശ്വാസമില്ല. അപ്പം ആ ചെയ്ത പരിപാടി ചേച്ചി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തില്ല. അതാണ് പ്രശ്നം ഉണ്ടായത്. ഭയങ്കര ട്രിഗറായി ഇൻ ദ സെൻസിലേക്ക് ഇഷ്ടമല്ല അതൊക്കെ ഉള്ള രീതിക്ക്, ഇല്ല എനിക്ക് പറ്റില്ല എന്നുള്ള രീതിക്കൊക്കെ വന്നു കഴിഞ്ഞിട്ട് അടുത്തതേ വന്നിരിക്കണത് എൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞാൻ നേരിട്ട് ഇവരാ ഇത് കാണുക. വന്നിരുന്ന പാടെ ഞാൻ ചേച്ചി എന്നും പറഞ്ഞ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നേരത്ത് പിന്നെ ഓണായി ആള്. പിന്നെ കുറേ വർത്താനം പറഞ്ഞ് ചിരിച്ചേരി സാറ് ചേച്ചിയൊക്കെ ഇങ്ങനെ കാട്ടി. അപ്പം ഞാൻ ദൈവമേ ഓക്കെ. അപ്പം എനിക്ക് സമാധാനം. അവസാനം ചേച്ചി ഓരോ സമാധാനമായി. ഞാൻ ആ മൂഡിൽ നിന്നൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ഓ വെരി ഹാപ്പി. മെഹർ എന്റെ ഒരു മാർക്ക്. ഞാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു സംസാരിക്കാൻ കുട്ടിക്ക് മാർക്ക് കൂടുതൽ കൊടുക്കണം. ഇതുവരെ ഒന്നും വേണ്ടിയില്ല. ഇല്ല, എനിക്ക് ഡോക്ടർ റോബിന്റെ ഇന്റർവ്യൂ എടുത്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഇന്റർവ്യൂ ആയിരുന്നു. അതെന്ന് വെച്ചാൽ ഞാൻ തുടങ്ങിയ ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളൊരു ഇന്റർവ്യൂ ആണ് അത്. ഓക്കെ, ഒട്ടും പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടാതെ എടുത്ത ഇന്റർവ്യൂ. പേര് മാത്രം പറഞ്ഞാൽ മതി. അല്ല, ഇത് മമ്മൂക്കയുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ശരി. പാർവതി ഓമനക്കുട്ടൻ മിസ് വേൾഡ് ഫസ്റ്റ് റണ്ണർ അപ്പ് ആയിട്ട് അത് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് ഞാൻ 2 പ്രാവശ്യം ആറ്റുകാൽ പൊങ്കാല ലൈവ് ചെയ്തിട്ടുണ്ട്. അപ്പം പാർവതി വരും എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പാർവതിയും സുരേഷ് ഏട്ടനും, നമ്മുടെ സുരേഷ് ഏട്ടനും ആയിരുന്നു ഗസ്റ്റ്. അപ്പോൾ പാർവതിയുടെ ഇന്റർവ്യൂ ഭയങ്കര ഒരു ഓർമ്മിക്കുന്നത്. പൂജ ഒട്ടും പ്രിപ്പയർ ചെയ്തെന്ന് വെച്ചാൽ എല്ലാം അങ്ങനെ. മെഹർ. എൻ്റെ ഷറഫുദ്ദീനിക്കാൻ്റെ ഇന്റർവ്യൂ ആണ്. അതെനിക്ക് ഏറ്റവും കൂടുതൽ ഏറി കയറിയിട്ടുള്ളത്, എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നിട്ടുള്ള ഇന്റർവ്യൂ. കാരണം ഇക്ക ഫ്രണ്ടിൽ വന്ന് ഇരിക്കുമ്പോഴാണ് ഞാനാണ് ഇന്റർവ്യൂ എടുക്കുന്നത് എന്ന് അറിയുന്നത്. കാരണം നമ്മുടെ ചാനലിൽ തന്നെ അന്ന് അമല ലെവൽ ക്രോസിന്റെ മൂവി പ്രൊമോഷന്റെ സമയത്തായിരുന്നു. അപ്പോൾ ഓൾറെഡി അമല ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം അത് സിംഗിൾ ഇന്റർവ്യൂ ആയിരുന്നു. അതുകൊണ്ട് ഇക്കൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഒപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പോവാൻ നിൽക്കുന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ല എനിക്ക്. പക്ഷെ ഇതൊന്നും പ്രേക്ഷകർ അറിയുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയല്ല. നമ്മൾ സോറി കമോൺ. നമ്മളെ ഇതേപോലെ ഇരിക്കണം നേരത്തെ. ഇപ്പം നീതുന് ഇപ്പൊ ഞങ്ങൾ 3 പേരാ ഗസ്റ്റ് എന്ന് വിചാരിക്കും. പെട്ടെന്ന് ഒരാളോട് അയാളും കൂടെ ഉണ്ട് കേട്ടാന്ന് പറഞ്ഞ് വന്നിരുത്തും. അപ്പൊ നമ്മള് ഓക്കേടാ യാരുടെ എന്താ പയ്യ എന്നുള്ള നമ്മൾ എടുക്കേണ്ടി വരും. അല്ല, ഇത് സിംഗിൾ ഇന്റർവ്യൂ ആയിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൈക്ക് എനിക്കാണെങ്കിൽ ഫസ്റ്റ് ഓർമ്മ വന്നത് നമ്മുടെ പ്രേമത്തിലെ ആ ഒരു ഗിരിരാജൻ. ഇക്കാക്ക പറയുന്ന ഇഷ്ടമല്ല. എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഒരു ഐഡിയ ഇല്ല എനിക്ക്. അപ്പൊ അത് പറഞ്ഞപ്പോ തന്നെ മൊത്തത്തില് കയ്യിന്ന് പോയി. അല്ല ഇക്ക പക്ഷെ ഭയങ്കര എന്റെ അടുത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ രജനി ചേട്ടനെ പോലെ മറ്റേ എല്ലാം മൈൻഡ് മാപ്പ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ആരെ വിളിച്ചാലും ഈസി ആയിട്ട് എടുക്കാം. ചേച്ചി പ്രശ്നം എന്താണെന്നറിയോ, ഇതൊരു 90s ആയതുകൊണ്ട് കുറച്ചും കൂടെ ലാംഗ്വേജ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഈസി ടു ഇന്റർവ്യൂ ആരായിരുന്നു? ഈസി ടു ഇന്റർവ്യൂ എനിക്കങ്ങനെ ഒന്നും ഈസി അല്ല. ഒന്നും ഈസി അല്ല. ഈസി ടു ഇന്റർവ്യൂ കോംപ്ലിക്കേറ്റ് ചെയ്യണ ആളായതുകൊണ്ട് മഞ്ജു ചേച്ചി, മഞ്ജു വാര്യർ ഭയങ്കര എന്താ പറയുന്നത്, നമ്മൾ ഒരുപാട് കണ്ട് ആരാധിച്ചിരുന്ന ഒരാളുടെ സിംഗിൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ച് വെയിറ്റ് ഒക്കെ ചെയ്ത് കോട്ടയത്ത് എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആ ഇന്റർവ്യൂ ഭയങ്കര, ഇപ്പോഴും അതിന്റെ ഷോർട്സ് ഒക്കെ ഭയങ്കര ഇതാണ്. കുറച്ച് വർഷമായി, 3 വർഷം കഴിഞ്ഞു. ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് ഫീൽ. ഞാനത് ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞു, ചേച്ചി ഇത്രയും ഡൗൺ ടു എർത്ത് ആണ് നമ്മൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്ന മഞ്ജു ചേച്ചി. പൂജ. എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് നാനിയുടെ ഇന്റർവ്യൂ. ബിക്കോസ് നാനി ഇപ്പം നമുക്ക് ഇപ്പം വേറെ ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ അപ്പം ആദ്യം ഓക്കെ എങ്ങനെ നമ്മുടെ ഈ ചളികളൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവോ ഞാൻ വിചാരിച്ചു. പക്ഷെ ആള് ആക്ച്വലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ എനിക്ക് അതേപോലെ തന്നെ എനിക്ക് നമിത അടിപൊളിയായിരുന്നു. നമിത പ്രമോദൻ, അനിക്കൊക്കെ ആക്ച്വലി വെരി സ്വീറ്റ് ആട്ടോ. ഐ മീൻ എനിക്കാണെങ്കിൽ എല്ലാവരും ഷൈൻ ചേട്ടൻ ഇന്റർവ്യൂ എടുക്കാൻ ഭയങ്കര പാടാന്ന് പറയും. പക്ഷെ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ഞാൻ കുറച്ച് നേരം വൈകിയ വരും. ഫസ്റ്റ് ഇന്റർവ്യൂ ഷൈൻ ചേട്ടനായിരുന്നു. 1/2 മണിക്കൂർ മുന്നേ എന്നോട് പറയണ എന്റെ അവസ്ഥ. ഞാൻ എടുത്തിട്ടില്ല, ഒരു ഇന്റർവ്യൂ പോലും ഞാൻ എടുത്തിട്ടില്ല ജീവിതത്തിൽ. ഫസ്റ്റത്തെ എന്റെ ലൈഫിലെ ഇന്റർവ്യൂ 1/2 മണിക്കൂർ മുന്നേ എന്നോട് പറയണ, നീതു ഇങ്ങനെ ഒരു സ്ഥലത്താണ്, ഷൈൻ ചേട്ടൻ അവൈലബിൾ ആണ്, വരൂ. എനിക്ക് അറിയില്ല ഇന്റർവ്യൂ എടുക്കാൻ. ഇല്ല നീതു വന്നോളൂ, കുഴപ്പമില്ല, ഇവിടെ എത്തിയിട്ട് തീരുമാനിക്കാം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് ചോദിക്കേണ്ട വരില്ല. അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടൊന്നും മിണ്ടാണ്ടിരിക്കും ഷൈൻ ചേട്ടാ. കാരണം ഇടയിൽ നിർത്തി ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ കുറെ നമ്മളെ. നമുക്ക് സമാധാനം തരില്ല എടുക്കുന്ന സമയത്ത്. ഓക്കെ, അടുത്തത് റിഗ്രറ്റ് ഓർ പണിപാളി മൊമെന്റ് ഇൻ ദ ഇന്റർവ്യൂ. പണി പാളിയതൊക്കെ ഒരുപാടുണ്ട് എനിക്ക് തോന്നുന്നു.
പണി പാളിയിട്ടില്ല. റിഗ്രറ്റ് എന്ന് വെച്ചാൽ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂ, ഞാൻ പേര് പറയുന്നില്ല, എൻ്റെ കണ്ണ് വരെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ നിറഞ്ഞത് അത്രയും വെയിറ്റ് ചെയ്യിപ്പിച്ചു നമ്മളെ. ഭയങ്കര ഡിലേ വന്നപ്പം എന്തിനാണ് ഞാൻ ഇറങ്ങി ബാഗ് എടുത്തോണ്ട്, പിന്നെ ആർട്ടിസ്റ്റ് അത് എടുത്തിട്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്തൊരു അങ്ങനെ, അത് മാത്രമാണ്. റിഗ്രറ്റ് എന്നൊന്നും ഇല്ല. എന്തിനായിരുന്നു എന്ന് തോന്നിയിരുന്നു. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലല്ലോ, നമ്മുടെ എത്തിന്ന് അറിയാൻ പറ്റില്ല, ഒന്നും പറ്റില്ലല്ലോ. പൂജ പണി പാളി എന്നുള്ളത് ഞാനൊരു അത് ഞാൻ പേര് പറഞ്ഞില്ല, ഒരു ആർട്ടിസ്റ്റ്, അത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാ. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു പ്രമുഖ നടൻ ഒരു മരണപ്പെട്ടു എന്നുള്ള, അപ്പം അതിന് അങ്ങനെ ചോദിക്കുന്നിടയിൽ എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ചിരിക്കണതായിപ്പോയി. ഞാൻ എനിക്കറിയില്ലായിരുന്നു. സത്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചോദിക്കുന്നിടയിൽ അപ്പം ആള് തൊട്ട് പറഞ്ഞു ഒരാളുടെ മരണത് ഇങ്ങനെ ചിരിച്ചോണ്ടാണോ ചോദിക്കണം പറഞ്ഞപ്പോഴാണ് ഞാൻ അയ്യോ അങ്ങനെ ശ്രദ്ധിക്കണം, ഞാൻ ഐ വാസ് നോട്ട് അവെയർ. അപ്പം അതെനിക്ക് ഭയങ്കര ബാഡായിട്ട് തോന്നി. അപ്പം ഇടയ്ക്ക് കുറച്ചൊരു മൊമെന്റിൽ ഇരിക്കണം എന്ന് തോന്നി. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഷറഫുദ്ദീനിക്കന്റെ അടുത്ത് ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഏറി കയറിയ ആ ഒരു പല്ലിനെ പറ്റി ചോദിച്ചിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ, അത് ഞാൻ ചോദിച്ചത് നേരെയാണ് ചോദിച്ചത്, പക്ഷെ അത് ട്രോളന്മാരത് വളച്ചൊടിച്ചത് കൊണ്ട് എനിക്ക് ആ ചോദ്യമേ ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് ഏറ്റവും സുന്ദരൻ നമുക്ക് നേരിട്ട് കണ്ടപ്പോ തോന്നിയത് അതെങ്ങനെയാ നമ്മൾ നിശ്ചയിക്കുക? സുന്ദരൻ എന്ന് പറഞ്ഞപ്പോ എല്ലാരും പറയും മമ്മൂക്കനെ കണ്ടപ്പോ ഭയങ്കര ഒരു, അത് കുറച്ചുകൂടെ ചെറുതാണ്, ഞാൻ എന്റെ 20s ഭയങ്കര വാവ് മൂമെന്റ്. പക്ഷേ ഇപ്പം നീതു അത് അങ്ങനെ അല്ലായിരുന്നു ആ ക്വസ്റ്റ്യൻ. സ്ക്രീനിൽ കണ്ടിട്ട് നമുക്ക് നേരിട്ട് കണ്ടപ്പോ ഇതിലും ഭംഗിയാണെന്ന് നമുക്ക് തോന്നില്ലേ? മോഹൻലാൽ ലാലേട്ടനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ശരിക്കും നമ്മൾ പറയില്ലേ ഒരു എങ്ങനെ അങ്ങനെ പറഞ്ഞു, ഭയങ്കര രസമായിരുന്നു ലാലേട്ടനെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ. മിക്ക നടന്മാരും നടിമാരും ഒക്കെ സ്ക്രീനിലേക്കാളും ഭംഗിയാണ് എല്ലാവരും തന്നെ അല്ലേ. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും സ്ക്രീനിലേക്കാളും ഭംഗിയാണ് നേരിൽ കാണാനാണ്. എങ്കിലും മമ്മൂക്ക ലാലേട്ടൻ എനിക്കങ്ങനെ പൊതുവെ ഇവരെ ഇതിൽ കാണാൻ ഭംഗി അതിൽ ഭംഗി അങ്ങനെ എനിക്ക് ഒട്ടുമിക്ക ആൾക്കാരെ അങ്ങനെയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഡിഫറൻസ് തോന്നിയിട്ടില്ല അജു വർഗീസ് തന്നെയാണ്. കാരണം അജു ചേട്ടനെ നമ്മൾ ആദ്യം വിചാരിക്കും പടത്തിൽ കാണുമ്പോൾ ഭയങ്കര ഫൺ പേഴ്സൺ അങ്ങനെയെന്നല്ലേ, ആള് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാ. ദേവി ഇത് ഞാൻ കണ്ട ഇന്ത്യ അല്ലേ പോലെ. അതെനിക്ക് ഭയങ്കര ഉൾട്ടാ മൊമെന്റ് ആയിരുന്നു. എനിക്ക് മീര ചേച്ചീനെ ഭയങ്കര ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു. മീര ജാസ്മിൻ ചേച്ചി ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു. അപ്പം നേരിട്ട് കണ്ടപ്പം ലൈക്ക് നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാ. ഭംഗി ഒന്നോടെ കൂടിയ പോലെ എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പൊ എനിക്ക് ഇന്ന് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇത്രയും സീനിയേഴ്സ് ആയ ആളുകളുടെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റി, കാര്യങ്ങൾ കേൾക്കാൻ പറ്റി. ഞാൻ പ്രായത്തിലല്ല പറഞ്ഞ എക്സ്പീരിയൻസിലാണ് സീനിയേഴ്സ് എന്ന് പറഞ്ഞത്. ആൻഡ് 90s കിഡ്സും 2K കിഡ്സും തമ്മിലുള്ള അടി കാണാൻ പറ്റി. കണ്ടിന്യൂ ചെയ്യും. അപ്പോ ഇവര് ചെയ്യുന്ന ജോലി അത്രയും എളുപ്പമല്ലാന്ന് എനിക്ക് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോ പൂർണ്ണമായി മനസ്സിലാവുന്നുണ്ട്. പക്ഷെ വേറെ ഒന്ന് കമ്പയർ ടു അതർ ജോലീസ് പിന്നെയും കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിൾ ആണ് അല്ല, അതും കൂടെ ഇല്ലില്ല ഒരിക്കലും ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മളുടെ ഓരോ തോട്ട്സും നമ്മൾ അതിനെ ഫ്രെയിം ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കിട്ടിയിട്ടും അവർ ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഐ എം ഷുവർ ദാറ്റ് യു ഓൾ ആർ ഹാപ്പി ഇൻ ദ പൊസിഷൻ ദാറ്റ് യു പീപ്പിൾ റീച്ച്ഡ്. അല്ലേ? അതൊക്കെ നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഫലമല്ലേ. എത്ര പേര് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് അവിടെ വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ. ഞാനൊക്കെ ഒരു വർഷം മുന്നേ ഞാൻ അങ്ങനെ ഇതിലേക്ക് എങ്ങനെയാ എത്താന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാണ്. അതെ ഞാൻ പറയണേ. അതെ. അപ്പോൾ ഇനിയുള്ള ഒരു വർഷം നമ്മൾ വിഷുവാണ്. ഇനിയുള്ള അടുത്ത വർഷത്തിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള കരിയറിനേക്കാൾ ഞാൻ തരണോ? ഞാൻ 90s ആണല്ലോ, ഞാൻ മറന്നു. കൈനീട്ടം തരുന്ന പറഞ്ഞിട്ടാണ് നമ്മള് പ്രോഗ്രാം പ്രൊഡ്യൂസർ അതല്ല ഇവിടെ ഈ കുട്ടിയുടെ വക ഇത് കൈനീട്ടം തരും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ തരാം. ഒരുപാട് സന്തോഷം നീതു. കാരണം ആദ്യം തന്നെ ഇതിന്റെ പ്രൊഡ്യൂസറായ ജിതേഷ് ഏട്ടനോടും ജനൻ ടിവിയോട് ഒരു വലിയ നന്ദി പറയുന്നു. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പല ചാനലിന് വേണ്ടി പല ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യെങ്കിലും ആദ്യമായിട്ടാണ് നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യം തന്നെ. അതിലൊരു ആഡ് കൂടെ ഉണ്ട്. ഇത് ഇപ്പോൾ ബോൾഗാട്ടി പാലസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ജനൻ ടിവിക്ക് വേണ്ടിയിട്ട് ഒരുപാട് എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസറാണ് ഞാൻ. അല്ല ബിക്കോസ് ഇപ്പൊ ഞാൻ
വിഷുവിന് ഞാൻ ആങ്കറിങ് ചെയ്യാനേ ഉള്ളൂ, ലൈക്ക് മെയിൻ ആയിട്ട് ഇതേപോലെ സൂര്യ ടി വിയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ എന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് ഒരു പ്രോഗ്രാമിന് ലൈക്ക് ഇസ് ദ ഫസ്റ്റ് ടൈം അല്ലേ? എന്റെ 1 year ആവുന്നുള്ളൂ. പെട്ടെന്ന് fame ആയ കുട്ടിയാണ്. അല്ല, ഭയങ്കര സന്തോഷം. ചെലവ് അവിടെ നിന്നാണ്. അല്ല, ഇനി വേറൊരു സന്തോഷം എന്ന് വെച്ചാല് നീതുവിനെ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും നടിയായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. ഇത് വേണമെങ്കിൽ എയർ ചെയ്തോളൂ കേട്ടോ. ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച് ചേച്ചി, എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാവർക്കും ഇനിയുള്ള ഒരു വർഷം അടിപൊളി വർഷമാവട്ടെ. ഈ ഒരു വർഷം എല്ലാ അല്ല, ഇനിയുള്ള ഒരു വർഷം എക്സ്ട്രാ സ്പെഷ്യൽ, ബിക്കോസ് നമ്മൾ ഇന്റർവ്യൂ എടുത്തല്ലോ. അപ്പൊ വിചാരിച്ച രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്ന് ചേരട്ടെ, കരിയറിലും ലൈഫിലും ഒക്കെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. താങ്ക് യു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു.